ഹായ് വെൽക്കം ടു എജു വേൾഡ് ക്ലാസ്. സോ നമ്മളിന്ന് മൂന്നാമത്തെ മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത് ന്യൂട്രീഷൻ സയൻസിൽ. സോ അതിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരുവിധമുള്ള കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, മിനറൽസിൻ്റെ ഫസ്റ്റ് പാർട്ട്. സോ ഇത്രയും നമ്മൾ തീർത്തിട്ടുണ്ട്. സോ ഇനി അതിൻ്റെ ബാലൻസ് വരുന്നത് മൊഡ്യൂളിലല്ല, ആ ഒരു സെക്ഷൻ നമുക്കിന്ന് പറഞ്ഞ ടൈം ടേബിളിൽ ബാലൻസ് വരുന്ന സെക്ഷൻസ് എന്ന് പറയുന്നത് ഗുഡ് ന്യൂട്രീഷൻ, മാൽ ന്യൂട്രീഷൻ, ബാലൻസ്ഡ് ഡയറ്റ്, RDA, ഫാറ്റ് ആൻഡ് ലിപ്പിഡ്സ്. സോ ഇത്രയാണ് ബാലൻസ് വരുന്നത്. സോ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ ന്യൂട്രീഷൻ എന്താണെന്ന് ഫസ്റ്റ് നമുക്ക് എന്താണ് ന്യൂട്രീഷൻ എന്ന് നോക്കാം. ഇറ്റ്സ് ദ സയൻസ് ദാറ്റ് ഇൻ്റർപ്രറ്റ് ദ ന്യൂട്രിയൻസ് ആൻഡ് അതർ സബ്സ്റ്റൻസ് ഇൻ ഫുഡ് ഇൻ റിലേഷൻ ടു മെയിൻ്റനൻസ്, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, ഹെൽത്ത് ആൻഡ് ഡിസീസ് ഓഫ് ആൻ ഓർഗാനിസം. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫുഡ് ഇൻടേക്ക്, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ബയോസിന്തസിസ്, കാറ്റബോളിസം ആൻഡ് എക്സ്ക്രീഷൻ. സോ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയാണ്. ഇതിവിടെ എന്താണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്? ഒരു ഫുഡിൽ അടങ്ങിയിരിക്കുന്ന സബ്സ്റ്റൻസുകൾ എന്താണ്, അല്ലെങ്കിൽ ഫുഡിൽ എത്ര ന്യൂട്രിയൻസ് ഉണ്ട്, അത് എന്തിനൊക്കെ ഉപകരിക്കും, നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ മെയിൻ്റനൻസിനാണ് ഓരോ ഫുഡിലെ ന്യൂട്രിയൻറ്റ് സഹായിക്കുന്നത്. സോ ഇതിനെയൊക്കെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ശാഖയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഫുഡിലെ തന്നെ ന്യൂട്രിയൻസ് ഇനി ഗ്രോത്തിന് എങ്ങനെ സഹായിക്കുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ ന്യൂട്രിയൻസ് റീപ്രൊഡക്ഷന് സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹെൽത്ത് അല്ലെങ്കിൽ ഡിസീസസ് ഒഴിവാക്കാൻ വേണ്ടി ഏതൊക്കെ ഫുഡ്സാണ് സഹായിക്കുന്നത്. സോ ഇതെല്ലാം ഉൾപ്പെടുന്ന, അതുപോലെ തന്നെ എന്തുകൊണ്ട് ഫുഡ് നമ്മൾ കഴിക്കുന്നത്, അതുപോലെ അതെങ്ങനെ അബ്സോർബ് ചെയ്യുന്നു, അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, അതെങ്ങനെ സിന്തസൈസ് ചെയ്യുന്നു, ഇതെല്ലാം അടങ്ങുന്ന ഒരു ശാസ്ത്രശാഖയാണ്. ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ ചേഞ്ചസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ബ്രാഞ്ച് ഓഫ് സയൻസിനെയാണ് നമ്മൾ ന്യൂട്രീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇനി നമുക്ക് ഈ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് 5 ഫുഡ് ഗ്രൂപ്പായിട്ട് നമ്മുടെ ഫുഡിനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഓരോ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ഏറ്റവും കൂടുതൽ തരുന്നത് സിറിയൽസ് ഗ്രൂപ്പ്. സോ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കൂട്ടം ഫുഡുകളെ ഒന്നിച്ച് അവരുടെ മേജർ ന്യൂട്രിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിതിനെ 5 ആയിട്ട്, അത് പലയിടത്തും 5 മാത്രമല്ല, 5 ഫുഡ് ഗ്രൂപ്പ് അല്ല, പല രീതിയിലുണ്ട്. സോ നമ്മളിതിൽ ബേസിക്കായിട്ട് 5 ഫുഡ് ഗ്രൂപ്പ് സിസ്റ്റത്താണ് നോക്കുന്നത്. ഫുഡ്സ് ആർ ഗ്രൂപ്പ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ പ്രിഡോമിനൻറ്റ് ന്യൂട്രിയൻ പ്രസൻറ്റ് ഇൻ ദം. സോ അവരിലെ ന്യൂട്രിയൻ കണ്ടൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, സോ അപ്പോൾ ഇത് തമ്മിലും, പിന്നെ നമ്മൾ ബേസിക് ഫുഡ് സയൻസിലും നമ്മൾ ഫുഡ് ഗ്രൂപ്പ് പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ന്യൂട്രിയൻ കണ്ടൻറ്റ് മെജോറിറ്റി അല്ലെങ്കിൽ പ്രിഡോമിനൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ന്യൂട്രിയൻ്റ് ഏതാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫുഡ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. സോ അതാണ് 5 ഫുഡ് ഗ്രൂപ്പ്. ദേ മേ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 3, 4, 5, 7 or 11 ഫുഡ് ഗ്രൂപ്പ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് 5 മാത്രമെന്ന് പറയാൻ പറ്റത്തില്ല, 2 ആക്കാം, 4 ആവാം, 7 ഉണ്ട്, 11 ഫുഡ് ഗ്രൂപ്പ്സ്. ഈ രീതിയിൽ എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. This classification varies from one country to another depending on many factors. For example, in India, we do not have milk and milk product or flesh foods as a separate food group because of religion, economic reasons. So പല രാജ്യങ്ങളിൽ പല രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫുഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. എല്ലാ രാജ്യങ്ങളിലെയും ഫുഡ് ഗ്രൂപ്പ്സ് ഒരേപോലെ ആയിരിക്കത്തില്ല. സോ അതിൽ ഉദാഹരണം കൊടുത്തിരിക്കുന്ന ഇന്ത്യയുടെയാണ്. ഇന്ത്യയിൽ മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഫ്ലഷ് ഫുഡ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ് ഇല്ല. അത് പല ഇന്ത്യയുടെ റിലീജിയൻ കാരണവും അല്ലെങ്കിൽ ചില എക്കണോമിക് റീസൺസ് കാരണം അങ്ങനത്തെ ഒരു ഗ്രൂപ്പില്ല. 5 food group classification is used in India by ICMR as a guide to meal planning. ഈ 5 ഫുഡ് ഗ്രൂപ്പ് ക്ലാസിഫിക്കേഷൻ യൂസ് ചെയ്യുന്നത് ICMR ആണ്, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് ആണ്. ഈ ന്യൂട്രീഷൻ പരമായിട്ട് അല്ലെങ്കിൽ ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ മീൽ പ്ലാനിങ്, ഇതിനുള്ള എല്ലാം ഗൈഡുകൾ തയ്യാറാക്കുന്നത് എന്ന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ICMR. സോ അതൊക്കെ ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. Many factors have been considered while compiling this group, such as availability of food, cost, meal pattern and deficiency diseases prevalent. Not all food in each group are equal in their nutrient content. That is why a variety of foods from each group should be included in the diet. A classification based on nutrient present will ensure that all nutrients are made available to the body and offer greater variety within the group.
സോ നമ്മൾ പല ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് ലൈക്ക് ഫുഡ് ഗ്രൂപ്പ് ചെയ്യുന്നത്. അതിൽ ഫുഡിൻ്റെ അവൈലബിലിറ്റി, അതിൻ്റെ ഫുഡിൻ്റെ കോസ്റ്റ്, അതുപോലെ മീൽ പാറ്റേൺ, അതുപോലെ ഡെഫിഷ്യൻസി ഡിസീസസ്. സോ ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു ഫുഡ് ഗ്രൂപ്പ് നോക്കുന്നത്. സോ ഇനി നമുക്ക് 5 ബേസിക് ഫുഡ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സീരിയൽസ് ആൻഡ് മില്ലറ്റ്സ്, പ്രോട്ടീൻ ഓർ ബോഡി ബിൽഡിംഗ് ഫുഡ്, പ്രൊട്ടക്റ്റീവ് ഫുഡ് ഗ്രൂപ്പ്, സെക്കൻഡറി പ്രൊട്ടക്റ്റീവ് ഫുഡ്, ഫാറ്റ്സ് ആൻഡ് ഓയിൽ, ഷുഗർ ആൻഡ് ജാഗരീസ് ഗ്രൂപ്പ്. സോ ഇത്രയാണ് 5 ബേസിക് ഫുഡ് ഗ്രൂപ്പ്. ഇത് ന്യൂട്രിയൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോ ഇനി എന്തിനൊക്കെ ആയിരിക്കും ഈ ഒരു 5 ഫുഡ് ഗ്രൂപ്പ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്? സോ ഇത് ടൂൾ ഫോർ ന്യൂട്രീഷണൽ അസസ്മെൻറ്റ് ആൻഡ് സ്ക്രീനിങ്. സോ ന്യൂട്രീഷണൽ അസസ്മെൻറ്റിനും അതുപോലെയുള്ള സ്ക്രീനിങ്ങിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഏതൊക്കെ ഫുഡ് ഏതൊക്കെ കാറ്റഗറി കഴിച്ചാൽ നമുക്ക് എനർജി കിട്ടും, ഏത് കഴിച്ചാൽ നമുക്ക് ബോഡി ബിൽഡ് ചെയ്യാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ന്യൂട്രീഷൻ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അസസ് ചെയ്യാനും അതിൽ നിന്ന് വരുന്ന പോരായ്മകൾ സ്ക്രീൻ ചെയ്യാനും ഒക്കെയാണ് ഈ ഒരു ഫുഡ് ഗ്രൂപ്പ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. അതുപോലെ ടൂൾ ഫോർ ന്യൂട്രീഷണൽ കൗൺസിലിംഗ്. സോ ഒരു ന്യൂട്രീഷണൽ കൗൺസിലിംഗ് എന്ന രീതിയിൽ ന്യൂട്രീഷണൽ കൗൺസിലിങ്ങിൻ്റെ ടൂളായിട്ട് എന്ത് ചെയ്യാം, ഇതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഫുഡ് ഗ്രൂപ്പ്സും അതിൽ വരുന്ന സോഴ്സസും മെയിൻ ന്യൂട്രിയൻസും ആണ് പറയുന്നത്. ഈ സിറിയൽസ് ആൻഡ് മില്ലറ്റ്സ് എന്ന് പറയുന്നത് അതിൽ ഉൾപ്പെടുന്നവയാണ്. സിറിയൽ ആൻഡ് ദെയർ പ്രോഡക്ട്സ് സച്ചസ് വീറ്റ്, റൈസ്, മെയ്സ്, മില്ലറ്റ് സച്ചസ് ജോവർ, ബജ്റ, റാഗി, സെമോളിന, പൊഹ, ബ്രെഡ്, നൂഡിൽസ്, പിസ്സ, പഫ്ഡ് സിറിയൽസ്. സോ ഇതെല്ലാം വരുന്നത് സിറിയൽ ആൻഡ് മില്ലറ്റ്സ് ഗ്രൂപ്പിലാണ്. സോ ഇനി സിറിയൽ ആൻഡ് മില്ലറ്റ് ഗ്രൂപ്പിൻ്റെ മെയിനായിട്ട് അതിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. പാർഷ്യലി കംപ്ലീറ്റ് പ്രോട്ടീൻ, ഫൈബർ എക്സെപ്റ്റ് റൈസ്, ബി കോംപ്ലക്സ് വിറ്റമിൻ, സം ആർ റിച്ച് ഇൻ അയൺ ഓർ കാൽഷ്യം. സോ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. അതുപോലെ ഫൈബറും അടങ്ങിയിട്ടുണ്ട്. അത് ചെറിയ ബ്രാനിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫൈബർ കണ്ടൻ്റ് ഉണ്ട്. അതുപോലെ ഒരുപാട് ബി വിറ്റമിൻസ് അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ അയണും കാൽഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളവയാണ് സിറിയൽസ് ആൻഡ് മില്ലറ്റ്സ്. സോ മെജോറിറ്റി ഏതാണ്, കാർബോഹൈഡ്രേറ്റ്സ് ആണുള്ളത്. ഈ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറയുന്നത് യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സച്ചസ് മാംഗോ, പപ്പായ, ക്യാരറ്റ്സ്, പംകിൻ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് സച്ചസ് സ്പിനാച്ച്, ഫെനുഗ്രീക്ക്, കൊളക്കേസിയ, ഓൾ സിട്രസ് ഫ്രൂട്ട്സ്, ഗോവ, ടൊമാറ്റോ, പൈനാപ്പിൾ, അംല, rich source of carotene, iron, folic acid, fiber, other vitamins and minerals, rich source of ascorbic acid. So red fruits, yellow color അല്ലെങ്കിൽ ഓറഞ്ച് കളറിലുള്ള ഫ്രൂട്ട്സുകൾ, വെജിറ്റബിൾസ്, മാംഗോ അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഈ ഒരു ഗ്രൂപ്പിൽ പ്രൊട്ടക്റ്റീവ് ഫുഡ്സിൽ വരുന്ന. ഇവരിൽ കരോട്ടിൻ കൂടുതലാണ്. സോ അതൊക്കെ നമ്മൾ വിറ്റമിൻസിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതുപോലെ അയൺ, ഫോളിക് ആസിഡ്, ഫൈബർ കണ്ടൻറ്റ്, വിറ്റമിൻസ്, മിനറൽസൊക്കെ ഈ ഒരു ഗ്രൂപ്പിൽ കൂടുതലാണ്. നെക്സ്റ്റ് ഈസ് പ്രോട്ടീൻ ഓർ ബോഡി ബിൽഡിംഗ് ഫുഡാണ്. പൾസസ്, നട്ട്സ് ആൻഡ് ഓയിൽ സീഡ്സ് സച്ചസ് ബംഗാൾ ഗ്രാം, ഗ്രീൻ ഗ്രാം, റെഡ് ഗ്രാം, ബ്ലാക്ക് ഗ്രാം, ലെൻറ്റിൽ, സോയാബീൻ, സ്പ്രോട്ട്സ്, ഗ്രൗണ്ട് നട്ട്സ്, സിസേം, ആൽമണ്ട്. സോ പ്രോട്ടീൻ അല്ലെങ്കിൽ ബോഡി ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സോ നമ്മളിതൊക്കെ പ്രോട്ടീൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ മെയിനായിട്ടും പ്രോട്ടീൻ കിട്ടുന്ന അല്ലെങ്കിൽ ബോഡി ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള കിട്ടുന്നത് പൾസസ് ഗ്രൂപ്പിൽ നിന്നാണ്. Partially complete proteins, carbohydrates, iron, B complex, vitamin B1, B2, niacin, soybean and oilseeds provide fat, sprouts provide vitamin C. So അതുപോലെ milk and milk products such as whole milk, skim milk, curds, paneer, cheese, ice cream, buttermilk, meat, fish, poultry, egg. Complete protein calcium, phosphorus, fat, vitamins A, B2, B12, cholesterol, protein, iron, fat, cholesterol, vitamins A. സോ ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ബോഡി ബിൽഡിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ഇനി അടുത്ത സെക്കൻഡറി പ്രൊട്ടക്റ്റീവ് ഗ്രൂപ്പുകളാണ് ഓൾ അതർ ഫുഡ്. ബാക്കിയുള്ള എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് പ്രൊട്ടക്റ്റീവ് ഫുഡ് ഗ്രൂപ്പ്സിൽ ഉൾപ്പെടാത്ത ബാക്കിയുള്ള എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും, അതായത് ബ്രിഞ്ചൽ, ബീൻസ്, ഗാർഡ് വെജിറ്റബിൾസ്, ലേഡീസ് ഫിംഗേഴ്സ്, ഇങ്ങനെയുള്ളതെല്ലാം സെക്കൻഡറി പ്രൊട്ടക്റ്റീവ് ഗ്രൂപ്പിൽ വരും. അതിൽ മെയിൻ കാർബോഹൈഡ്രേറ്റ്സ്, ഫൈബർ, സ്മോൾ എമൗണ്ട് ഓഫ് വിറ്റമിൻസ് ആൻഡ് മിനറൽസ്. സോ ഇനി അടുത്ത ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്, sugar and jaggery. All fats such as vanaspati, margarine, shortening, fresh cream, non-dairy cream, butter, clarified butter, all oils such as groundnut, corn, soya, rice bran. So for fats and oils, ഷുഗറിൽ ഇതെല്ലാം നമുക്ക് ഓൾമോസ്റ്റ് ഇതൊക്കെ അറിയുന്ന കാര്യമാണ്. ഷുഗർ, ജാഗരി ഇതെല്ലാം വരും. ഇനി ഓയിൽസിൽ ഏറ്റവും കൂടുതലുള്ളത് വിറ്റമിൻ ഇയും എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സുമാണ്. ഇനി ഫാറ്റ്സിൽ പ്രൊവൈഡ് വിറ്റമിൻ ഫാറ്റ് സോലബിൾ ഉണ്ടല്ലേ, വിറ്റമിൻ ADEK ഫാറ്റ് സോലബിൾ അടക്കം എന്ന് പറയും. ഓൺലി കാലറീസ്, ജാഗരി, ഹണി ആൻഡ് പ്രിസർവ് ഗീവ് വെരി സ്മോൾ
അത്രയേ ഉള്ളൂ നമുക്ക് ഫുഡ് ഗ്രൂപ്പ്. സോ ഇനി നമുക്ക് അടുത്ത ഗുഡ് ന്യൂട്രീഷൻ എന്താണെന്ന് നോക്കാം. It's an important part of leading a healthy lifestyle combined with physical activity. They help you to reach and maintain a healthy weight, reduce your risk of chronic disease like heart disease and cancer, and promote your overall health. So good nutrition എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹെൽത്തി ഒരു ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഒരു പാർട്ടാണ് ഗുഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഗുഡ് ന്യൂട്രീഷൻ്റെ അകത്ത് ഫുഡ് മാത്രമല്ല, അതിൽ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി വരുന്നുണ്ട്. അത് നമ്മുടെ ഹൈറ്റ് അല്ലെങ്കിൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി, അതുപോലെ വെയിറ്റ് റിഡ്യൂസ് ചെയ്യുന്നത് വഴി ക്രോണിക് ഡിസീസസ് മാറ്റാം, ഹാർട്ട് ഡിസീസ് കുറയ്ക്കാം. സോ അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഓവറോൾ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്നു. സോ അതിനെയാണ് നമ്മൾ ഗുഡ് ന്യൂട്രീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മോസ്റ്റ് പീപ്പിൾ നോ ഗുഡ് ന്യൂട്രീഷൻ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി ക്യാൻ ഹെൽപ്പ് മെയിൻറ്റെയിൻ എ ഹെൽത്തി വെയിറ്റ്, ബട്ട് ദ ബെനിഫിറ്റ് ഓഫ് ഗുഡ് ന്യൂട്രീഷൻ ഗോ ബിയോണ്ട് വെയിറ്റ്. ഗുഡ് ന്യൂട്രീഷൻ ക്യാൻ ഹെൽപ്പ്. സോ എല്ലാവരും വിചാരിക്കുന്നത് നല്ലൊരു ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി വെയിറ്റ് കുറയ്ക്കാം എന്ന് മാത്രം, ആ ഒരു കൺസെപ്റ്റിലാണ് എല്ലാവരും നല്ല ഫുഡ് കഴിക്കണം, വെയിറ്റ് കുറയ്ക്കാനാണ് കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ന്യൂട്രീഷ്യസ് ആയിട്ട് ഫുഡ് കഴിക്കുന്നത്. അതല്ലാതെ ഒരുപാട് ബെനിഫിറ്റ്സുകളുണ്ട്. reduce the risk of some diseases including heart disease, diabetes, stroke, some cancers and osteoporosis. So ഒരു ഗുഡ് ന്യൂട്രീഷൻ ഫോളോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ തടയാൻ സഹായിക്കും. അതുപോലെ ഹാർട്ട് ഡിസീസ് കുറയാൻ, അതുപോലെ ഡയബറ്റീസ് കുറയാൻ, സ്ട്രോക്ക് വരാതിരിക്കാൻ, ക്യാൻസേഴ്സ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ, അതുപോലെ ഓസ്റ്റിയോപോറോസിസ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ റിഡ്യൂസ് ഹൈ ബ്ലഡ് പ്രഷർ, സോ BP കുറയ്ക്കാൻ സഹായിക്കും. ലോവർ ഹൈ കൊളസ്ട്രോൾ കൂടുതൽ ആവുന്ന അത് കുറയ്ക്കാൻ, അതുപോലെ ഇമ്പ്രൂവ് യുവർ വെൽബീയിങ്. സോ ടോട്ടലി നിങ്ങളുടെ ഒരു വെൽബീയിങ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. ഇമ്പ്രൂവിങ് യുവർ എബിലിറ്റി ടു ഫൈറ്റ് ഓഫ് ഇൽനെസ്. ഒരു അസുഖം വന്നാൽ അതിനെതിരെയായിട്ട് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ എന്ത് സഹായിക്കും, ഗുഡ് ന്യൂട്രീഷൻ സഹായിക്കും. ഇമ്പ്രൂവ് യുവർ എബിലിറ്റി ടു റിക്കവർ ഫ്രം ഇൽനെസ് ഓർ ഇഞ്ചറി. സോ എന്തെങ്കിലും അസുഖം വന്നാൽ അതിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ എന്ത് ചെയ്യും, സഹായിക്കും. ഇൻക്രീസ് യുവർ എനർജി ലെവൽ. സോ ഇതാണ് ഒരു ഗുഡ് ന്യൂട്രീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ് ഈസ് നമുക്ക് ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്ന് നോക്കാം. In order to obtain adequate amount of each food, different nutrients are, our daily diet should include appropriate quantities of a variety of different foodstuffs. An unvaried diet is not only distasteful but may have serious consequences on health and recovery from diseases. A diet in which various foodstuffs are mixed in suitable proportions to carry out adequately the three functions described above is known as a balanced diet. Balanced diet provides all nutrients in required amount and proper proportion. സോ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഡയറ്റിലൂടെ നമുക്ക് എല്ലാ ന്യൂട്രിയൻസിൻ്റെ എന്തായിട്ട് കിട്ടണം, കറക്റ്റ് എമൗണ്ട് അല്ലെങ്കിൽ പ്രോപ്പർ പ്രൊപ്പോർഷൻസിൽ കിട്ടണം. നമുക്ക് കാലറി ഒരു ദിവസം നമുക്ക് കാലറി ഇത്രയും വേണം, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഇത്രയും വേണം, അല്ലെങ്കിൽ പ്രോട്ടീൻ ഇത്രയും കണ്ടൻറ്റ് നമ്മൾ കഴിച്ചിരിക്കണം. സോ ഇങ്ങനെ പല ന്യൂട്രിയൻസിനും പല അളവുണ്ടല്ലേ. സോ അപ്പോൾ ഇതെല്ലാം ബാലൻസ് ചെയ്ത്, അല്ലാതെ ഒരു ദിവസം കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല, ഒരു ദിവസം പ്രോട്ടീൻ ഇല്ല. സോ അങ്ങനെ ഇൻബാലൻസ് ചെയ്യാതെ എല്ലാ ന്യൂട്രിയൻസ് എന്താണ്, ന്യൂട്രിയൻറ്റ് കിട്ടുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. സോ അത് അങ്ങനെ എന്തിനാണ് ചെയ്യുന്നത്, എല്ലാവർക്കും എന്താണ്, എല്ലാ ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. ന്യൂട്രിയൻസ് അതിൽ വിറ്റമിൻസ്, മിനറൽസ്, അതുപോലുള്ള എല്ലാം, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ആൻഡ് ലിപ്പിഡ്സ്. സോ ഇതെല്ലാം എന്താണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കൂടുതലും ഒന്ന് കുറഞ്ഞും കിട്ടിയാൽ പോരെ അല്ലേ, എല്ലാം അതിൻ്റെ ആവശ്യത്തിനുള്ള അളവിൽ നമ്മുടെ ബോഡിയിൽ കിട്ടണം. സോ ഇതെങ്ങനെയാണ് കിട്ടുന്നത്, നമ്മുടെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഒരു ഡയറ്റിലൂടെ എത്ര കാർബോഹൈഡ്രേറ്റിന് എത്ര ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ പ്രോട്ടീൻ കിട്ടാൻ എത്ര എഗ്ഗ് കഴിക്കണം, അല്ലെങ്കിൽ എന്ത് കഴിക്കണം. സോ ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. സോ അങ്ങനെ ഒരു ഡയറ്റിനെയാണ് നമ്മൾ ബാലൻസ്. സോ ഈ ന്യൂട്രിറ്റീവ് വാല്യൂസ് എല്ലാം ബാലൻസ് രീതിയിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായ രീതിയിൽ കിട്ടുന്നതിനെയാണ് നമ്മൾ ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്നത്. Balanced diet is one which provide all the nutrients in required amount and proper proportion. സോ നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും അതിൻ്റെ കറക്റ്റ് അളവിൽ, അതിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷൻസിൽ കിട്ടുന്ന ഡയറ്റിനാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. A balanced diet means getting the right types and amount of foods and drink to supply nutrition and energy for maintaining body cells, tissue and organs and for supporting normal growth and development. ഒരു ബാലൻസ് ഡയറ്റിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നു, നമുക്ക് റൈറ്റ് ടൈപ്സ് ആൻഡ് എമൗണ്ട് ഓഫ് ഫുഡ്സ്, ഏതൊക്കെ തരത്തിലുള്ള പലതരത്തിലുള്ള ഫുഡ്, അതിൽ ഏതൊക്കെ ന്യൂട്രിയൻസ് ഉണ്ട്, അതുപോലെ എത്രത്തോളം നമ്മൾ കഴിച്ചാലാണ് നമുക്ക് അത്രയും കാർബോഹൈഡ്രേറ്റ് കിട്ടുന്ന, അല്ലെങ്കിൽ എത്ര മുട്ട കഴിച്ചാൽ നമുക്ക് പ്രോട്ടീൻ
ആയിട്ടായിരിക്കും കിട്ടും. സോ അപ്പം കറക്റ്റ് ടൈപ്പ് അതുപോലെ കറക്റ്റ് എമൗണ്ടും അറിയണം. അതുപോലെ ആൻഡ് ഡ്രിങ്ക് ടു സപ്ലൈ ന്യൂട്രീഷൻ ആൻഡ് എനർജി ഫോർ മെനി. സോ അതുപോലെ അതിനാവശ്യമായിട്ടുള്ള വെള്ളവും കുടിക്കണം. അതിലൂടെ നമുക്ക് ന്യൂട്രീഷൻ അല്ലെങ്കിൽ എനർജി ബോഡിയിലുള്ള എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡി സെൽസ് ഇത് നമ്മുടെ കഴിക്കുന്ന ഫുഡിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡിയിലുള്ള ബോഡി സെൽസ് അതിൻ്റെ റിപ്പയറിങ്ങിനും ടിഷ്യൂസിൻ്റെ റിപ്പയറിങ്ങിനും അല്ലെങ്കിൽ ഓർഗൻസിൻ്റെ ഫങ്ഷനിങ്ങിനും അല്ലെങ്കിൽ നോർമൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിനെല്ലാം വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡയറ്റിൽ നിന്നുള്ള ന്യൂട്രിയൻസിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രോപ്പറായിട്ട് ബാലൻസ്ഡ് ഡയറ്റ് ആണെങ്കിൽ മാത്രമേ ഇതെല്ലാം എന്ത് ചെയ്യത്തുള്ളൂ, പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ. എ ഡയറ്റ് വിച്ച് കണ്ടെയ്ൻ ഓൾ ദ ന്യൂട്രിയൻസ് എക്സാമ്പിൾ എനർജി, പ്രോട്ടീൻ, ഫാറ്റ്, വിറ്റമിൻസ്, മിനറൽ എക്സെട്ര റിക്വയർഡ് ബൈ എ ചൈൽഡ് ഫോർ ദ പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഒപ്റ്റിമം ഗ്രോത്ത് ഇസ് ടേംഡ് ആസ് ബാലൻസ്ഡ് ഡയറ്റ്. സോ നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് എല്ലാം ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്, എനർജി, പ്രോട്ടീൻ, ഫാറ്റ്, വിറ്റമിൻസ്, മിനറൽസ്. സോ ഇതെല്ലാം എന്താണ് കറക്റ്റ് ഒരു വളർച്ച നമ്മുടെ ഒപ്റ്റിമം ഗ്രോത്തിന് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള രീതിയിൽ കിട്ടുന്നതിനാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഇങ്ങനെ ഒരു ബാലൻസ്ഡ് ഡയറ്റും അതുപോലെ അതിൻ്റെ കൂടെ ഫിസിക്കൽ എക്സസൈസും നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ലോങ് ഹെൽത്തി ലൈഫ് കിട്ടുന്നു. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ് ഹെൽപ്പ് ഇൻ കൺട്രോളിങ് ബോഡി വെയ്റ്റ്, ഹാർട്ട് റേറ്റ് ആൻഡ് BP. സോ അങ്ങനെ ഇതിലൂടെ നമുക്ക് ബോഡി വെയ്റ്റ് കൺട്രോൾ ചെയ്യാം, ഹാർട്ട് റേറ്റ് കുറയ്ക്കാം, BP ഒക്കെ ലോവർ ചെയ്യാം. ഇൻക്രീസ് ഇൻ എക്സസൈസ് കപ്പാസിറ്റി ആൻഡ് മസിൽ പെർഫോമൻസ്. സോ മസിൽ പെർഫോമൻസിനൊക്കെ സഹായിക്കുന്നു. ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ, അതുപോലെ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ ഫിസിക്കൽ റിലാക്സേഷൻ, അതുപോലെ മെൻ്റൽ റിലാക്സേഷനൊക്കെ സഹായിക്കും. All nutrients we need, each food group is as important as another. No one can replace other. For good health, we need them all. The group of food that make up a good diet and how much we need to eat from each group, which food we should eat more or less are as follow. So നമുക്ക് ഓരോ ഗ്രൂപ്പ് എല്ലാ ഗ്രൂപ്പിൽ നിന്നും നമുക്ക് കഴിക്കണം. അതല്ലാതെ ഒരു ഗ്രൂപ്പ് മാത്രം കഴിച്ചാൽ പോരാ, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിച്ചാൽ പോരാ, അല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രം കഴിച്ചാൽ പോരാ, എല്ലാം നമുക്ക് എന്ത് ചെയ്യണം, കിട്ടണം. ഇനി ടു മേക്ക് എ കംപ്ലീറ്റ് ന്യൂട്രീഷ്യസ് മീൽ, ഒരു കംപ്ലീറ്റ് ന്യൂട്രീഷ്യസ് മീൽസ് ഉണ്ടാക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, കീപ്പ് ഓൾ ദ ഫുഡ് ഗ്രൂപ്പ്സ് ഇൻ മൈൻഡ്. യു നീഡ് ദം ഫോർ ദ വിറ്റമിൻസ്, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രോട്ടീൻ ദേ പ്രൊവൈഡ്. സോ നമ്മളെല്ലാ ഫുഡ് ഗ്രൂപ്പ്സും ഓർമ്മയുണ്ടല്ലേ, ബോഡി ബിൽഡിങ്ങിന്, എനർജിക്ക്, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ഫുഡ്. സോ അപ്പോൾ ഓരോ ഗ്രൂപ്പ് നമ്മൾ മനസ്സിൽ വെച്ച് അതിനാവശ്യമായിട്ടുള്ള എന്ത് ചെയ്യണം, അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. വിറ്റമിൻസ് കിട്ടി, മിനറൽസ് എടുത്തു, സോ കാർബോഹൈഡ്രേറ്റ്സിനുള്ളത് ഉണ്ട്, അല്ലെങ്കിൽ പ്രോട്ടീനുള്ളത് ഉണ്ട്. സോ ഇതെല്ലാം എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തുക. മേക്ക് ഷുവർ യു ചൂസ് സംതിങ് ഫ്രം ദ ഗ്രെയിൻസ് ഗ്രൂപ്പ് അറ്റ് എവറി മെയിൽ. ദിസ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് എനർജി ഫോർ യുവർ ബോഡി. സോ അപ്പോൾ നമ്മൾ നല്ലൊരു ന്യൂട്രീഷ്യസ് മീൽ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്താണ്, നമ്മുടെ ബോഡിക്ക് എനർജി കിട്ടുന്ന എനർജി ബിൽഡിങ് ഫുഡ് എന്ന് പറയുന്നത് ഏതാണ്, കാർബോഹൈഡ്രേറ്റ്സ് തരുന്നത് സിറിയൽസ് ആൻഡ് മില്ലറ്റ്സ് ആണ്. സോ അപ്പോൾ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ എന്താണ് മീല് എല്ലാവരും സിറിയൽസ് ആണ് മെയിനായിട്ട് വയ്ക്കുന്നത്. ചൂസ് അറ്റ്ലീസ്റ്റ് 1 ഫ്രൂട്ട് ഓർ വെജിറ്റബിൾ അറ്റ് എവറി മീൽ. സോ എല്ലാ മീലിലും ഓരോ വെജിറ്റബിൾസും ഓരോ ഫ്രൂട്ട്സും ഇൻക്ലൂഡ് ചെയ്യണം. ദിസ് വിൽ ഹെൽപ്പ് ടു എൻഷ്യൂർ യു ഗെറ്റ് ദ മിനിമം നമ്പർ ഓഫ് ഡെയിലി സെർവിങ്. സോ ഡെയിലി വെജിറ്റബിൾ ഇത്രയും സെർവിങ്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇത്രയും സെർവിങ്സ് എന്നുണ്ട്. സോ അത് കറക്റ്റ് പ്രോപ്പറായിട്ട് കൊടുക്കുക. ടു കംപ്ലീറ്റ് യുവർ മീൽ ആഡ് എ മിൽക്ക് ഓർ മീറ്റ് ഓൾട്ടർനേറ്റീവ് ഫുഡ് ഈവൻ ബെറ്റർ ആർ ബോത്ത്. സോ മീൽ ഒരു കംപ്ലീറ്റ് ചെയ്യാൻ അതിൻ്റെ കൂടെ നമുക്ക് മിൽക്കോ മീറ്റോ കൊടുക്കുന്നത് വഴി പ്രോട്ടീൻ ആഡ് ചെയ്യാം. സോ ആർ യു ഗെറ്റിംഗ് സോ ഇതാണൊരു ബാലൻസ്ഡ് ഡയറ്റ് പിരമിഡ് എന്ന് പറയുന്നത്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത് എന്താണ്, ബ്രെഡ്, സിറിയൽ ഗ്രൂപ്പ്സിലുള്ളവയാണ്. സോ അത് കഴിഞ്ഞ് വരുമ്പോൾ എന്താണ്, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒരുപോലെ യൂസ് ചെയ്യാം. സോ അത് കഴിഞ്ഞ് മിൽക്ക്, യോഗട്ട്, ചീസ്, മീറ്റ്, പൗൾട്രി, ഫിഷ്, ഡയറി, ബീൻസ്. സോ ഇത് ഏറ്റവും ലാസ്റ്റ്, അതായത് ഏറ്റവും കുറച്ച് എമൗണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്. ഇനി ഫുഡ് ഗ്രൂപ്പ്സ്, സോഴ്സസ്, നമ്പർ ഓഫ് സെർവിങ്സ്. സോ അവരിലെ മെയിൻ ന്യൂട്രിയൻസ് ആണ് പറയുന്നത്. സോ വെജിറ്റബിൾസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അമറാന്ത്, സ്പിനാച്ച്, കൊറിയാൻഡർ ലീവ്സ്, മസ്റ്റാർഡ് ലീവ്സ്. സോ ഇതൊക്കെ 1 കപ്പ് ഓഫ് റോ ലീഫി വെജിറ്റബിൾസ് ആണ് പറയുന്നത്. ഇൻവിസിബിൾ ഫാറ്റ്, കാൽഷ്യം, ഫൈബർ, കാരോറ്റിനോയിഡ്സ്, വിറ്റമിൻ B12, ഫോളിക് ആസിഡ് ആൻഡ് അയൺസ്. സോ ഇലക്കറികൾ 1 കപ്പ് റോ ലീഫി വെജിറ്റബിൾസ് ആണ്. ഒരു ബാലൻസ്ഡ് ഡയറ്റിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. സോ ഇതെല്ലാം നോക്കി വെക്കണമെന്നില്ല, ഏകദേശം കുറച്ചൊക്കെ ഒന്ന്
നോക്കി വയ്ക്കുക. അതർ വെജിറ്റബിൾസ് ക്യാരറ്റ്, ബ്രിഞ്ചൽ, ലേഡി ഫിംഗേഴ്സ് ഇതൊക്കെ ആണെങ്കിൽ ഒരു ഹാഫ് കപ്പ് ആയിരിക്കും. അതർ വെജിറ്റബിൾ കുക്ക് സ്റ്റോർ, ചോപ്ഡ് റോ വെജിറ്റബിൾസ്, കരോറ്റിനോയിഡ്സ്, ഫോളിക് ആസിഡ്, കാൽഷ്യം, ഫൈബർ. പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന 1 ആപ്പിൾ, ഗോവ, ടൊമാറ്റോ ഫ്രൂട്ട്സ് ഗ്രൂപ്പിൽ പെടുന്നവ, 1 മീഡിയം ആപ്പിൾ ഓർ ബനാന ഓറഞ്ച്. ഫൈബർ, വിറ്റമിൻ സി, കെരറ്റിനോയിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ളവയാണ് ഫ്രൂട്ട്സിൽ. ഇനി മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് 2 സെർവിങ്സ് പെർ ഡേ ആണ്, രണ്ട് സെർവിങ്സ് ആണ് മിൽക്ക് ആൻഡ് മീറ്റ് പ്രോഡക്ട്സ് പറയുന്നത്. ഇനി മീറ്റ് ആൻഡ് ചിക്കൻ ആണെങ്കിൽ 1 സെർവിങ് ആണ്. ഇനി പൾസസ് ആണെങ്കിൽ 1 സെർവിങ് പെർ ഡേ ആണ്. എനർജി, പ്രോട്ടീൻ, ഇൻവിസിബിൾ ഫാറ്റ്സ്, വിറ്റമിൻസ്, B12, ഫോളിക് ആസിഡ്, കാൽഷ്യം ആൻഡ് ഫൈബേഴ്സ്. സോ അതുപോലെ സിറിയൽസ് ആൻഡ് ഗ്രെയിൻസ് ആണ് 6 to 7. സോ അപ്പോൾ ഏറ്റവും കൂടുതൽ സെർവിങ്സ് വരുന്നത് 6 to 7 അത് സിറിയൽസ് ആൻഡ് ഗ്രെയിൻസ് ആണ്. ഇനി കുറവ് വരുന്നത് ഏതാണോ? ഫാറ്റ് ആൻഡ് ഷുഗർ ആണ് അല്ലേ. ഫാറ്റ് 3 ടീസ്പൂൺ പറയുന്നത്, ഷുഗർ 2 ടേബിൾ സ്പൂൺ, വാട്ടർ 6 to 8 ഗ്ലാസ്സസ് ഇൻ എ ഡേ. 8 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 4 ലിറ്റർ വെള്ളമാണ് ഒരു മിനിമം പറയുന്നത്. ഇനി ബാലൻസ്ഡ് ഡയറ്റ് ഫോർ അഡൾട്ടാണ്. അഡൾട്ടിനെ തന്നെ അഡൾട്ട് മാൻ വിമനെയും സെഡൻഡറി, മോഡറേറ്റ്, ഹെവി അവർ ചെയ്യുന്ന വർക്കിനെ അടിസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്യുന്നുണ്ട്, അവർ സെഡൻഡറി ആണോ, മോഡറേറ്റ് ആണോ, ഹെവി ആണോ എന്ന് നോക്കുന്നുണ്ട്. അപ്പം ഇതിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണെങ്കിൽ എത്രത്തോളം സെറിയൽസ് കഴിക്കണം, അല്ലെങ്കിൽ പൾസസ് കഴിക്കണം, അല്ലെങ്കിൽ ലീഫി വെജിറ്റബിൾസ്. സോ അതിൻ്റെ ഒരു എസ്റ്റിമേഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സോ നമുക്കിതെല്ലാം ഇങ്ങനെ കാണാതെ പഠിക്കാൻ പറ്റില്ല. സോ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക അഡോളസെൻ്റ് ഏജിൻ. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അഡോളസെൻ്റ് ഏജിൽ വരുമ്പോഴത്തേക്കും നമുക്കൊന്നുകൂടെ നോക്കാം. സോ ഇനി നമുക്ക് അടുത്തത് RDA, റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്. സോ RDA എന്താണെന്ന് നോക്കാം. RDA ഇസ് ഡിഫൈൻഡ് ആസ് ദ ന്യൂട്രിയൻറ്റ് പ്രസൻറ്റ് ഇൻ ദ ഡയറ്റ് വിച്ച് സാറ്റിസ്ഫൈ ദ ഡെയിലി റിക്വയർമെൻറ്റ് ഓഫ് നിയർലി ഓൾ ഇൻഡിവിജ്വൽസ് ഇൻ എ പോപ്പുലേഷൻ. സോ ഒരു പോപ്പുലേഷനുള്ള എല്ലാവർക്കും ഒരുപോലെ ഒരു ദിവസം ഇത്ര കാൽഷ്യം അല്ലെങ്കിൽ ഇത്ര അയൺ കിട്ടിയിരിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത്രയും ന്യൂട്രിയൻസ് കിട്ടണമെന്ന് പറയുന്ന ഒരു ഇതാണ് റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസസ് എന്ന് പറയുന്നത്. സോ ഇത്ര ദിവസം, ഒരു ദിവസം മോഡറേറ്റ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇത്ര എനർജി വേണം. സോ അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുന്നു, സ്പെസിഫൈ ചെയ്ത് പറയുന്നതാണ് റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് എന്ന് പറയുന്നത്. It's an average daily intake of nutrients in sufficient amount to meet the nutrient requirement of maximum individual of healthy population in particular age, gender, group, etc. സോ ഇതെന്ന് പറയുന്നത് ഒരു ദിവസം ആവറേജ് എത്ര ന്യൂട്രിയൻസ് കഴിക്കണം, അല്ലെങ്കിൽ എത്ര ന്യൂട്രീഷൻ റിക്വയർമെൻ്റ് ആണ് ഒരു വ്യക്തിക്ക് ഉള്ളത് എന്നുള്ളതൊക്കെ പറയുന്നത്. അത് അവരുടെ ഏജ്, ജെൻഡർ, ഗ്രൂപ്പിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് വരുന്നത്. RDS വാസ് പീരിയോഡിക്കലി റിവൈസ്ഡ് ബൈ എക്സ്പേർട്ട് ഗ്രൂപ്പ് ഓഫ് ICM. സോ ഇപ്പോൾ എല്ലാ വർഷം എന്താണ്, അന്ന് 1988 RDA അല്ലേ ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ അപ്പം ഓരോ വട്ടം എന്ത് ചെയ്ത് റിവൈസ് ചെയ്യും, റിക്വയർമെൻറ്റ്, ന്യൂട്രീഷൻ റിക്വയർമെൻറ്റ് മാറിക്കൊണ്ടിരിക്കും. സോ അതിനനുസരിച്ച് ICMR ആണ് എന്ത് ചെയ്യുന്നത്, ഇത് റിവൈസ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. RDA, it is defined as level of intake of essential nutrients that are to be sufficient to meet the nutrient requirement of nearly all healthy individuals in a particular life stage and gender group. So recommended dietary allowance. So RDAയുടെ അബ്രിവേഷൻ ഓർത്ത് വെച്ചിരിക്കുക, റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് എന്നാണ്. ഇതെന്ന് പറയുന്നത് ഡിഫൈൻഡ് ലെവൽ ഓഫ് എത്ര ന്യൂട്രിയൻസ് ഒരു വ്യക്തിക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഒരു ഇൻഡിവിജ്വലിന് ഒരു പർട്ടിക്കുലർ ലൈഫ് സ്റ്റേജിൽ, അല്ലെങ്കിൽ ഒരു ജെൻഡർ ഗ്രൂപ്പിൽ, അഡൾട്ട് മെയിൽ അല്ലെങ്കിൽ അഡൾട്ട് വിമൻ, സോ ഇത്രയും വേണം, അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് മദറിന് ഇത്ര കലോറി വേണം. സോ അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂട്രിയൻ റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്യുന്നതാണ് റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് എന്ന് പറയുന്നത്. Amount of the nutrients sufficient for the maintenance of health in nearly all people for all nutrient except energy. So amount of നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എല്ലാ ആൾക്കാർ, ഒരുവിധം നോർമലി ഉള്ള എല്ലാ ആൾക്കാർക്കുമുള്ള എത്ര എനർജി അല്ലെങ്കിൽ ന്യൂട്രിയൻറ്റ് വേണമെന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇതിലൂടെ പറയുന്നുണ്ട്. അതിൽ എനർജി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓരോ വ്യക്തികളും എനർജി സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. സോ RDA എന്ന് പറയുന്നത് മിനിമം റിക്വയർമെൻറ്റ് പ്ലസ് സേഫ്റ്റി മാർജിൻ എന്നാണ് പറയുന്നത്. നമുക്ക് മിനിമം എത്രയാണോ ആവശ്യം അതും അതിൻ്റെ കൂടെ സേഫ്റ്റി ഇത്ര കാലോറി ഇത്രയുണ്ട്, ആ സേഫ്റ്റി മാർജിനും കൂടെ രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ് RDA എന്ന് പറയുന്നത്. നമുക്കൊരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു 100 മിനിമം വേണം, അപ്പം 100ൽ താഴെ എന്ത് ചെയ്യരുത്, വരരുത്. ഇനി മാക്സിമം എത്രത്തോളം കഴിക്കാം, നമുക്കൊരു 1000 വരെ 1000 mg വരെ കഴിക്കാമെങ്കിൽ, സോ അതൊരു അതാണ് ഒരു സേഫ്റ്റി മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്നതാണ്
തന്നെയാണ് എന്തെന്ന് പറയുന്നത് RDA എന്ന് പറയുന്നത്. മിനിമം റിക്വയർമെൻറ്റും സേഫ്റ്റി മാർജിനും കൂടെ ചേരുന്നതാണ് RDA എന്ന് പറയുന്നത്, റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് എന്ന് പറയുന്നത്. ഇനി ഇതെന്താണ്, സിക്ക് പീപ്പിൾക്ക്, രോഗികൾക്ക് എന്താണ് നമ്മൾ RDA ഫോളോ ചെയ്യാൻ, റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് ഫോളോ ചെയ്തില്ല, അവിടെ നമ്മൾ തെറാപ്യൂട്ടിക് ന്യൂട്രീഷനാണ് ഫോളോ ചെയ്യുന്നത്. ഇനി ഹിസ്റ്ററി ഓഫ് RDA എന്ന് പറയുമ്പോൾ 1944 ബൈ ദ ന്യൂട്രീഷൻ അഡ്വൈസറി കമ്മിറ്റി ഓഫ് ഇന്ത്യൻ റിസർച്ച് ഫണ്ട് അസോസിയേഷൻ. സോ IRFA ആയിരുന്നു ആദ്യം ന്യൂട്രീഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സോ ആദ്യം 1944 RDA ഒക്കെ പ്രിപ്പയർ ചെയ്തിരുന്നത് IRFA ആയിരുന്നു. ഇപ്പം അത് എന്തായിട്ട് മാറിയിട്ടുണ്ട്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആയിട്ട് മാറിയിട്ടുണ്ട്. ICMR ന്യൂട്രീഷൻ അഡ്വൈസറി കമ്മിറ്റി റിവൈസ്ഡ് RDA ഫോർ ഇന്ത്യൻസ് ആൻഡ് കാലറീസ് ആൻഡ് പ്രോട്ടീൻസ് ഇൻ 1960. 1916 എന്ത് ചെയ്തിട്ടുണ്ട്, RDA ICMRൻ്റെ ന്യൂട്രീഷൻ കമ്മിറ്റി ഇത് റിവൈസ് ചെയ്തിട്ടുണ്ട്. സച്ച് റിവിഷൻ ആൻഡ് അപ്ഡേറ്റിംഗ് ഓഫ് ദ ന്യൂട്രിയൻ റിക്വയർമെൻറ്റ് ഓൺ RDA ഓഫ് ഇന്ത്യൻസ് വാസ് ഡൺ ബൈ എക്സ്പേർട്ട് ഗ്രൂപ്പ്സ് ഓഫ് ICMR in 1978 and 88. സോ അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, 10 വർഷത്തിലിടപെട്ട് എന്ത് ചെയ്യാറുണ്ട്, റിവിഷൻ നടക്കാറുണ്ട്. 1978, 1988 നടന്നിട്ടുണ്ട്. ഇതാണ്. സോ ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന 2020 നമുക്ക് പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിരുന്ന സമയത്ത് നമ്മൾ 1988 ഫോളോ ചെയ്തിരുന്നത് എന്ന് അതിന് പറയും. ഇനി വൈ RDA ഈസ് ഇമ്പോർട്ടൻറ്റ്, ഇനി എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ആൻഡ് യുനിസെഫ് റിപ്പോർട്ട് 46% ഓഫ് പ്രീ സ്കൂൾ ചിൽഡ്രൻസ് ആൻഡ് 30% ഓഫ് അഡൾട്ട് ഇൻ ഇന്ത്യ സഫർ ഫ്രം മോഡറേറ്റ് ആൻഡ് സിവിയർ ഗ്രേഡ്സ് ഓഫ് പ്രോട്ടീൻ കാലറി മാൽന്യൂട്രീഷൻ. സോ എന്താണ് ഈ സർവേ പ്രകാരം 46% പ്രീ സ്കൂളേഴ്സും അതുപോലെ അഡൾട്ട് 30% അഡൾട്ടും എന്ത് ചെയ്യുന്നുണ്ട്, പ്രോട്ടീൻ ഇല്ലാതെ മാൽന്യൂട്രീഷൻ എന്ന ഒരവസ്ഥയിലോട്ട് പോകുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് ഈ RDA റെക്കമെൻഡേഷൻ പ്രകാരം ഒരു അഡൾട്ട് മെയിലിന് 55 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം കഴിക്കണം എന്ന് നിർബന്ധമുണ്ടല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഒരു ദിവസം വരെ എന്ത് ചെയ്യാൻ തുടങ്ങും, കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങുക, ഇത്ര ഇത് കഴിച്ചാൽ നമുക്ക് പ്രോട്ടീൻ കിട്ടും. സോ അതുവഴി എന്ത് ചെയ്യാം, ഈ പ്രോട്ടീൻ കാലറി മാൽന്യൂട്രീഷൻ കുറയ്ക്കാൻ പറ്റും. ഓവർ 50% വുമൻ, പർട്ടിക്കുലർലി പ്രഗ്നൻറ്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ സഫർ ഫ്രം അയൺ ഡെഫിഷ്യൻസി അനീമിയ. സോ ഗർഭിണികൾക്ക് വരുന്നതാണ് എന്താണ്, അയൺ ഡെഫിഷ്യൻസി വരും, അല്ല അനീമിയ വരും. സോ അപ്പോൾ 50% സ്ത്രീകളും ഗർഭിണികളായവർക്ക് അയൺ ഡെഫിഷ്യൻസി വരും. സോ അപ്പോൾ അതിനായിട്ട് ലാക്ടേറ്റിംഗ് മദേഴ്സിന് സ്പെസിഫൈ ചെയ്ത് എത്ര എമൗണ്ട് അയൺ കഴിക്കണമെന്നൊക്കെ ഉള്ളത് RDA റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഡിസീസ് സച്ച് as obesity, diabetes, hypertension, cardiovascular diseases and cancers. Iodine deficiency disease had been considerably reduced after the introduction of universal അയഡൈസ്ഡ് സോൾട്ട്. സോ അയഡിൻ ഡെഫിഷ്യൻസി ഡിസീസ് ഈ ഒരു യൂണിവേഴ്സൽ അയഡൈസ്ഡ് സോൾട്ട്, അയഡിൻ കലർന്ന ഉപ്പ്, അങ്ങനെ ഒരു യൂണിവേഴ്സൽ അയഡൈസ്ഡ് സോൾട്ട് എന്ന് പറഞ്ഞ ഇൻട്രൊഡക്ഷനോട് കൂടി അയഡിൻ ഡെഫിഷ്യൻസി ഡിസീസ് കുറഞ്ഞു എന്നാണ് പറയുന്നത്. സോ RDAയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇത്ര അയഡിൻ വേണമെന്ന് ഇത് വന്നത്. സോ അപ്പം ഇങ്ങനെയുള്ള പല ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസിനും ഈ RDA കാരണം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റ് RDA. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു RDA സെറ്റ് ചെയ്യുന്നത്. RDA ഓഫ് എൻ ഇൻഡിവിജ്വൽ ഡിപ്പെൻഡ്സ് ഓൺ മെനി ഫാക്ടേഴ്സ്. പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു വ്യക്തിയുടെ ഏജ്, സെക്സ്, ഫിസിക്കൽ വർക്ക്, അതായത് ഫിസിക്കൽ വർക്കിൽ അവർ സെഡൻറ്ററി ആയിട്ട് ഇരിക്കുന്നവരാണോ, അല്ലെങ്കിൽ മോഡറേറ്റ് വർക്കാണോ, അല്ലെങ്കിൽ ഹെവി വർക്ക് ചെയ്യുന്നവരാണോ. സോ ഇതൊക്കെ നോക്കും. അതുപോലെ ഫിസിയോളജിക്കൽ സ്ട്രെസ്സ്. സോ അതിൽ പ്രഗ്നൻസിക്കും പ്രഗ്നൻസി ടൈമിൽ വേറൊരു ന്യൂട്രീഷൻ, ലാക്ടേഷൻ ടൈമിൽ വേറൊരു ന്യൂട്രീഷനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി RDA ഫോർ ഇന്ത്യൻസ്. ICMR ഹാസ് ഡിഫൈൻഡ് വെൽ നറിഷ്ഡ് ഇന്ത്യൻ അഡൾട്ട് ഹു ഹാഡ് സാറ്റിസ്ഫാക്ടറി ഗ്രോത്ത് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ്. Scientists have prescribed RDA for adult depending on the level of activity of individual. So RDA നിർദ്ദേശപ്രകാരം അവരുടെ ആക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഇൻഡിവിജ്വൽസിനെ സെഡൻറ്ററി വർക്കേഴ്സ്, മോഡറേറ്റ് വർക്കേഴ്സ്, ഹെവി വർക്കേഴ്സ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. ദോസ് ഹു സിറ്റ് ആൻഡ് വർക്ക് യൂസിങ് ബ്രെയിൻ ആൻഡ് ഹാൻഡ്സ്. സോ ഒരിടത്ത് ഇരുന്ന് അവരുടെ ബ്രെയിൻ യൂസ് ചെയ്ത് അല്ലെങ്കിൽ കൈ യൂസ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്നവരെ നമുക്ക് സെഡൻറ്ററി വർക്കേഴ്സ് എന്ന് പറയാം. ടീച്ചേഴ്സ്, ക്ലർക്ക്, ടൈപ്പിസ്റ്റ്, ഓഫീസ് ജോബ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ നമുക്ക് സെഡൻറ്ററി വർക്കേഴ്സിൽ ഉൾപ്പെടുത്താം. മോഡറേറ്റ് വർക്കേഴ്സാണ് ദോസ് ഹു വർക്ക് വിഗറസ്ലി ഫോർ എ ഫ്യൂ അവേഴ്സ് മെനി പാർട്സ് ഓഫ് ദ ബോഡി ലൈക്ക് ഹാൻഡ്, ഫീറ്റ് ആൻഡ് മസിൽസ്. എക്സാമ്പിൾ postman,
സെർവൻറ്റ്, ഹൗസ് വൈഫ്, ഡൂയിങ് ഓൾ ഹൗസ് ഹോൾഡ് കോഴ്സ്. സോ മോഡറേറ്റ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അവരെന്ത് ചെയ്യും, ഒരു ദിവസം കൂടുതലും അവർ ബോഡി യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഹാൻഡ് ഫീറ്റ് മസിൽസൊക്കെ യൂസ് ചെയ്ത് ജോലി ചെയ്യുന്നത്. പോസ്റ്റ്മാൻ അല്ലെങ്കിൽ വീട്ടിലെ സെർവൻസ് അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർ, ഹൗസ് വൈഫ്. സോ ഇവരൊക്കെ എന്താണ്, മോഡറേറ്റ് വർക്കേഴ്സാണ്. ഇനി ഹെവി വർക്കേഴ്സ് ഉണ്ട്. യൂസ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡി ഫോർ സെവറൽ ഹവേഴ്സ്. സോ ഇത് ഒരുപാട് നേരം അവരുടെ ഫുൾ ബോഡി എടുത്ത് സ്ട്രെയിൻ ചെയ്ത് ചെയ്യുന്നവരെയാണ് ഹെവി വർക്കേഴ്സ് എന്ന് പറയുന്നത്. അത് റിക്ഷോ പുള്ളേഴ്സ്, അതുപോലെ കൂലി വർക്കേഴ്സ്, ഇനി അതുപോലെ ഖനനത്തിൻ്റെ സ്ഥലത്തിൽ നിൽക്കുന്നവർ, അതുപോലെ സ്പോർട്സ് പേഴ്സൺസ്, ഇങ്ങനെയുള്ളവരൊക്കെ എന്താണ്, ഹെവി വർക്കേഴ്സ് ഗ്രൂപ്പിൽ പെടുന്നവരാണ്. ഇനി അടുത്ത് നമുക്ക് RDA ഫോർ എനർജി, പ്രോട്ടീൻ, ഫാറ്റ് ആൻഡ് മിനറൽസ് ആണ് നോക്കുന്നത്. സോ ഇത് നമുക്ക് എല്ലാം നോക്കി വയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നമുക്ക് ഏകദേശമൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ നോക്കാം അല്ലേ. മെന്നിൻ്റെത് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആണ്, 2020-ലേതാണ്. അതിന് മുമ്പത്തെ ആയിരുന്നെങ്കിൽ മെന്നിൻ്റെ പ്രോട്ടീൻ ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് 60 ആയിരിക്കത്തില്ല, 55 ഒരു 60 ആ ഒരു റേഞ്ചിലായിരിക്കും പ്രോട്ടീൻ വരുന്നത്. വിമൻ ആകുമ്പോൾ 55, പ്രഗ്നൻ്റ് ആകുമ്പോൾ 70, ലാക്ടേറ്റിംഗ് ആകുമ്പോൾ 74. പ്രഗ്നൻ്റ് ആകുമ്പോൾ 78-ഉം ലാക്ടേറ്റിംഗ് ആകുമ്പോൾ 74-ഉമാണ് പ്രോട്ടീൻ്റെ അളവ് വേണ്ടത്. പിന്നെ വിസിബിൾ ഫാറ്റ്. സോ പ്രോട്ടീൻ, ഒരുവിധം കാൽഷ്യം, അയൺ, സോ ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചിരിക്കുക. സോറി ഇത് പഴയതാണ്, 1988-ലെയാണ് ഈ RDA. ഇതിൽ 21 ആണ് അയൺ. അതുപോലെ ഇതൊക്കെ ഏകദേശം നമുക്ക് എല്ലാം നോക്കി വയ്ക്കാൻ പറ്റില്ല, കുറച്ചൊക്കെ ഒരുവിധമൊക്കെ നോക്കി വെച്ചിരിക്കുക. മെയിനായിട്ട് നമുക്ക് നമുക്ക് പ്രീവിയസ് ഇയർ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു RDAയിൽ തന്നെ അയൺ, അഡൾട്ട് വിമൻ്റെ അയൺ എത്ര RDA റെക്കമെൻഡേഷൻ പ്രകാരം എത്ര അയൺ വേണമെന്നുണ്ടായിരുന്നു. സോ ഇത് പ്രീവിയസ് ഇയർ ഓൾഡ് RDAയും ന്യൂ RDAയും തമ്മിലാണ്. നമുക്ക് ആ എക്സാം നടന്നിരുന്നത് ന്യൂ RDA ഫോം ചെയ്ത സമയത്തല്ല. സോ അതുകൊണ്ട് തന്നെ അന്ന് ഓൾഡ് RDA ആയിരുന്നു. സോ അതുകൊണ്ടാണ് അയൺ വന്നപ്പം അവിടെ ഓൾഡ് RDA പ്രകാരം 21 mg വന്നത്. പക്ഷേ ഇനി പുതിയ RDA പ്രകാരം ഇപ്പോൾ എന്താ, ഇനി നമുക്ക് 2020-ൽ പുതിയ RDA വന്നു. അപ്പോൾ ഇനി വരുമ്പോഴത്തേക്ക് ലേറ്റസ്റ്റ് ചോദിച്ചാൽ അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു റിവൈസ്ഡ് 2020 ചോദിച്ചാൽ അതെന്താണ് 29 mg ആണ്. അങ്ങനെ സ്പെസിഫൈ ചെയ്ത് ചോദിച്ചാൽ 29 mg എഴുതുക. സോ ഇല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളത് 21 mg ആണ് അയൺ വന്നിട്ടുള്ളത്. സോ വിമൻ്റെത് നോക്കുക. അതിൽ കാൽഷ്യം ആദ്യത്തെ ഓൾഡ് RDAയിൽ 600 mg ആയിരുന്നു. സോ ഇപ്പോൾ അത് ഇത്രയായിട്ടുണ്ട്, 1000 mg ആയിട്ടുണ്ട്. അയൺ പഴയ RDAയിൽ 21 mg ആയിരുന്നു, ഇപ്പം 29 mg ആയി. സിങ്ക് 10 ആയിരുന്നു, ഇപ്പോൾ 13.2 ആയി. വിറ്റമിൻ C 40, അത് 65 ആയി. വിറ്റമിൻ D 400, ഇപ്പോൾ അത് 600 ആയി. വിറ്റമിൻ A 600, 840 ആയി. സോഡിയം 1900, ഇതിപ്പോൾ 2000 ആയി. സോ ഇതിൽ നമ്മൾ മെയിനായിട്ടും അയണും പ്രോട്ടീനും ഒന്ന് നോക്കി വെച്ചിരിക്കുക. നെക്സ്റ്റ്, യൂസസ് ഓഫ് റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്. സോ ഇനി RDA കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്താണെന്ന് നോക്കാം. ടു എനേബിൾ ഗവൺമെൻറ് ടു പ്രൊഡിക്റ്റ് ഫുഡ് നീഡ്സ് ഓഫ് ദ പോപ്പുലേഷൻ. സോ ഈ ഒരു RDA കാരണം ഒരു പോപ്പുലേഷനിൽ ഫുഡ് എത്രത്തോളം ആഹാരം ആവശ്യമുണ്ടെന്നുള്ള കാര്യം പ്രൊഡിക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യും, സഹായിക്കും. ഏത് ഗ്രൂപ്പിലുള്ളവർക്ക് അല്ലെങ്കിൽ ഏത് ഫുഡ് കിട്ടണം, അല്ലെ സർവേ അല്ല ഉദ്ദേശിക്കുന്നത്, ഏത് ഗ്രൂപ്പുകാരാണ് ഈ ഒരു ഫുഡ് കഴിക്കുന്നത്, അപ്പോൾ അവർക്ക് ഈ ഒരു ഫുഡ് വേണം, അങ്ങനെ ഒരു രീതി മനസ്സിലാക്കാൻ സഹായിക്കും. ടു പ്രൊവൈഡ് ബേസിസ് ഫോർ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ കോട്ട. ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ കോട്ടയ്ക്ക് ഫുഡ് എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ നടത്താമെന്നുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ചൊക്കെ എന്ത് ചെയ്യും, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. ടു ഗൈഡ് അഗ്രികൾച്ചർ പ്ലാനിംഗ് പോളിസി. അതുപോലെ അഗ്രികൾച്ചർ പ്ലാനിംഗ് പോളിസിയിൽ ഗൈഡ് ചെയ്യാൻ സഹായിക്കും. ഇത്രയും അരി അല്ലെങ്കിൽ പുതിയ ഇനങ്ങൾ വരണം, അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള കൃഷികൾ കൊണ്ടുവന്നാൽ ബെനിഫിറ്റാണ്, അല്ലെങ്കിൽ ഇത് നമ്മുടെ ഫോർട്ടിഫൈഡ് റൈസ് എന്നൊക്കെ പറയത്തില്ലേ, പാർബോയിൽഡ്, കുത്തിയഴി, പുഴുങ്ങിയ അഴി എന്നൊക്കെ പറയത്തില്ല. സോ അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങൾ അഗ്രികൾച്ചർ ഫീൽഡിൽ അങ്ങനെ പ്ലാൻ ചെയ്യാനൊക്കെ സഹായിക്കാം. ടു ഗൈഡ് പോളിസി ഓഫ് ഫുഡ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. സോ അതുപോലെ ഫുഡ് എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് ആവശ്യമായിട്ടുള്ള പോളിസികളൊക്കെ പറഞ്ഞു കൊടുക്കുക. പ്രിസർവേഷൻ, എങ്ങനെ ഫുഡ് കേടാവാതെ ഇമ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. ടു ഗൈഡ് പ്ലാനിങ് ഓഫ് ന്യൂട്രീഷണലി അഡിക്വേറ്റ് ഡയറ്റ് ഫോർ ഇൻമേറ്റ്സ് ഓഫ് ലാർജ് കാറ്ററിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് സച്ച് എസ് ഹോസ്പിറ്റൽ, ഹോസ്റ്റൽസ്, ആർമി ക്യാൻറ്റീൻസും. അതുപോലെ ന്യൂട്രീഷണലി അഡിക്വേറ്റ് ആയിട്ടുള്ള
കാറ്ററിങ് പല ഏരിയ ഗവൺമെൻറ്റിൻ്റെ തന്നെ പല സ്ഥലങ്ങളുണ്ടല്ലേ, ആർമീസ്, ഹോസ്പിറ്റൽസ്, ഹോസ്റ്റലുകൾ. സോ ഇവിടെയൊക്കെ ന്യൂട്രീഷ്യസ് ആയിട്ട് എങ്ങനെ ഫുഡ് പ്രിപ്പയർ ചെയ്യാമെന്നുള്ള പ്ലാനിങ് ഒക്കെ അതിന് ഗൈഡൻസ് കൊടുക്കാൻ സഹായിക്കാം. ടു ഇവാലുവേറ്റ് ദ ഫൈൻഡിങ് ഓഫ് ഫുഡ് കൺസംഷൻ സർവേസ് ഓഫ് പോപ്പുലേഷൻ ഗ്രൂപ്പ്. സോ ഒരു പോപ്പുലേഷനിൽ അവിടുത്തെ ഫുഡ് കൺസംഷൻ എത്രയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ സഹായിക്കാം. സോ ഇതിനൊക്കെ നമുക്ക് RDA സഹായിക്കുന്നുണ്ട്. RDA for Indian nationals ആണ്. സോ ICMR has defined well nourished Indian adult who has satisfactory growth during childhood as reference man and women. സോ റെഫറൻസ് മാൻ RDAയുടെ ഇത് പ്രകാരം ഒരു ICMR റെഫറൻസ് വിമൻ എന്ന് പറയുന്നത് 20 to 39 ഇയേഴ്സ് ഓഫ് ഏജിലെയാണ് വിമൻ കാറ്റഗറിയിൽ വരുന്നത്. ഹെൽത്തി വെയിറ്റ് എന്ന് പറയുന്നത് 50 കിലോ ആണ്. മേ ബി എൻഗേജ്ഡ് 8 hours ഇൻ ജനറൽ ഹൗസ് ഹോൾഡ് വർക്ക് ഓർ ഇൻ ലൈറ്റ് ഇൻഡസ്ട്രി ഓർ ഇൻ എനി അതർ മോഡറേറ്റ്ലി ആക്റ്റീവ് വർക്ക്. സോ 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നത് മോഡറേറ്റ് ആക്റ്റീവായിട്ടുള്ള വ്യക്തി. അതുപോലെ 8 മണിക്കൂർ ഉറക്കം. സ്പെൻഡ് 4 to 6 hours സിറ്റിംഗ് ഓർ മൂവിങ് അറൗണ്ട് ഇൻ ലൈറ്റ് ആക്ടിവിറ്റി. 2 hours വാക്കിംഗ് ഓർ ആക്റ്റീവ് റിക്രിയേഷൻ ഓഫ് ഹൗസ് ഹോൾഡ് കോച്ച്. 4 to 6 മണിക്കൂർ അവരെന്താണ് ചെറിയ ആക്ടിവിറ്റീസിൽ. അതുപോലെ 2 മണിക്കൂർ നടക്കുക അല്ലെങ്കിൽ അതുപോലുള്ള റിക്രിയേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ വീട്ടുജോലികൾ. സോ ഇതൊക്കെ ചെയ്യുന്നത്. ഇനി അടുത്ത ICMRൻ്റെ റെഫറൻസ് പ്രകാരം മെൻസ് എന്ന് പറയുന്നത് 20 to 39 ഇയേഴ്സ് ഓഫ് ഏജിൽ. ഇനി 60 kg ആണ് ഇവിടെ പറയുന്നത്. ഫ്രീ ഫ്രം ഡിസീസ് ആൻഡ് ഫിസിക്കലി ഫിറ്റ് ഫോർ ആക്റ്റീവ്. അസുഖങ്ങളൊന്നും ഇല്ലാതെ ഫിറ്റായിട്ടുള്ളൊരു വ്യക്തിയാണ്. 8 മണിക്കൂർ ജോലി ചെയ്യാം. 4 to 6 hours സിറ്റിംഗ് ആൻഡ് മൂവിങ്, ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ചെറിയ ലൈറ്റ് ജോലികൾ. 2 മണിക്കൂർ നടക്കുക അല്ലെങ്കിൽ ഇനാക്റ്റീവായിട്ടിരിക്കുക. റിക്രിയേഷൻ ഓർ ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസോ എന്തെങ്കിലും റിക്രിയേഷനോ അതുപോലെ വീട്ടിലെ ജോലികളോ ഒക്കെ. അതുപോലെ 8 മണിക്കൂർ ഉറക്കം. സോ ഇത് നമ്മൾ പറഞ്ഞു മോഡറേറ്റ് വർക്കേഴ്സും ഹെവി വർക്കേഴ്സും ആയിട്ടുള്ളത്. ഇനി ന്യൂട്രിയൻ റിക്വയർമെൻറ്റ് ആൻഡ് റെക്കമെൻഡഡ് ഡയറ്ററി എലമെൻറ്റ്സ് ഫോർ ഇന്ത്യൻസ് ആണ്. ഇനി എനർജി റിക്വയർമെൻറ്റ് എന്ന് പറയും. ദ യൂണിറ്റ് ഓഫ് എനർജി വിച്ച് ഹാസ് ബീൻ ഇൻ യൂസ് ഇൻ ന്യൂട്രീഷൻ ഫോർ എ ലോങ് ടൈം ഈസ് കിലോ കാലറീസ്. സോ എനർജിയുടെ യൂണിറ്റ് നമ്മൾ ഫിസിക്സിൽ നോക്കുകയാണെങ്കിൽ അത് ജൂൾസ് ആയിട്ട് വരും. പക്ഷേ ന്യൂട്രീഷൻ്റെ ഇതിൽ അത് ഒരു കാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കിലോ കാലറീസ് ആണ്. സോ അത് തിരിഞ്ഞു പോകരുത്. യൂണിറ്റ് ഓഫ് എനർജി അക്കോർഡിംഗ് ടു ന്യൂട്രീഷൻ ആണെങ്കിൽ അത് കിലോ കാലറീസ് ആണ്. ഫിസിക്സിലൊക്കെയാണ് നമ്മൾ ജൂൾസ് യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ അത് തിരിഞ്ഞു പോകരുത്. യൂണിറ്റ് ഓഫ് എനർജി ഇൻ ന്യൂട്രീഷൻ ഇസ് കിലോ കാലറീസ് ആണ്. ഈ ഫിസിക്കൽ ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറയും. ഇസ് എക്സ്പ്രസ്ഡ് ആസ് ദ റേഷ്യോ ഓഫ് ദ എനർജി കോസ്റ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി പെർ മിനിറ്റ് ടു ദ കോസ്റ്റ് ഓഫ് ദ ബേസൽ മെറ്റബോളിക് റേറ്റ് പെർ മിനിറ്റ്. സോ ഫിസിക്കൽ ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ എനർജി, ഒരു വ്യക്തി ഒരു സമയത്ത് എത്ര എനർജി ഉപയോഗിക്കുന്നു, ഒരു മിനിറ്റിൽ എത്ര ആക്ടിവിറ്റി ചെയ്യുന്നു, അതും അതേ ഡിവൈഡഡ് ബൈ നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയും. ബേസൽ മെറ്റബോളിക് റേറ്റ് എന്താണെന്ന് വെച്ചാൽ ഈസ് നമ്പർ ഓഫ് കാലറീസ് യു വുഡ് ബേൺ വിത്ത് നോ ആക്ടിവിറ്റി. നമ്മളൊരു ആക്ടിവിറ്റിയും ചെയ്യാതെ തന്നെ നമ്മൾ മെറ്റബോളിക് റേറ്റ് ആക്ടിവിറ്റി ചെയ്യാതെ തന്നെ നമ്മുടെ കലോറീസ് എന്ത് ചെയ്യുന്നുണ്ട്, ബേൺ ചെയ്യുന്നുണ്ട്. സോ അതിനെയാണ് നമ്മൾ ബേസൽ മെറ്റബോളിക് റേറ്റ്സ് എന്ന് പറയും. സോ ചില ആൾക്കാരോട് പറയില്ല, അവർ എത്ര കഴിച്ചാലും എന്ത് ചെയ്യത്തില്ല, വണ്ണം വയ്ക്കത്തില്ല. സോ അവർക്ക് എന്താണ്, അവരുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് നല്ല രീതിയിൽ കൂടുതലാണ്. സോ അപ്പോൾ അവർ കഴിച്ചില്ലെങ്കിലും അവർ വർക്ക് ചെയ്തില്ലെങ്കിലും അവരുടെ ബോഡിയിലെ മെറ്റബോളിസം ഇമ്പ്രൂവ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, കലോറീസ് ബേൺ ചെയ്തു പോകും. ചിലർക്ക് എത്ര കഴിക്കാതെ വെള്ളം കുടിച്ചാൽ പോലും ഇവരെന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് വണ്ണം വയ്ക്കും. അവിടെ എന്താണ്, അവർക്ക് മെറ്റബോളിസം, ബോഡിയിലെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് കുറവാണ്. സോ അതുകൊണ്ട് അവരുടെ കാലറീസ് ഇങ്ങനെ ബേൺ ചെയ്യാതെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് ഫാറ്റായിട്ട് വരും. സോ അതിനെയാണ് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. സോ അതാണ് എനർജി റിക്വയർമെൻറ്റ്. ഇന്ത്യൻ ഡേറ്റ പ്രകാരം ഇത്രയും ഇതൊക്കെയാണ് പറയുന്നത്. എനർജി റിക്വയർമെൻറ്റ് ചിൽഡ്രൻ 1 to 3 years ആണെങ്കിൽ മെയിൽ 9, 10, 8:30. അതുപോലെ അഡോളസൻസ് ഏജ് ആകുമ്പോഴത്തേക്ക് എനർജി റിക്വയർമെൻറ്റ് 2580 to 2140. സോ അഡൾട്ട് മെയിലാണെങ്കിൽ 2400 to 3900 കിലോ കാലറിയാണ്. അഡൾട്ട് ഫീമെയിൽ ആകുമ്പോൾ 1900 to 3000. പ്രഗ്നൻറ്റ് വിമൻ ആകുമ്പോൾ 2200. ലാക്ടേറ്റിംഗ് വിമൻ 2600 ആണ് എനർജി റിക്വയർമെൻറ്റ്. ഇനി പ്രോട്ടീൻ റിക്വയർമെൻ്റ് ആണ് പറയുന്നത്. പ്രോട്ടീൻ റിക്വയർമെൻറ്റ് നമുക്ക് അഡൾട്ട് മാൻ
ആണെങ്കിൽ 55 എന്ന് പറയുന്നത് 45 ടു നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് 45 ടു 55 വരെ എന്ത് ചെയ്യും, വേരി ചെയ്ത് വരാം. എന്നാലും മിനിമം അഡൾട്ട് മാൻ്റെത് 55ഉം വിമൻ്റെ ആകുമ്പോൾ 45ഉമാണ്. പ്രഗ്നൻറ്റ് വിമൻ്റെ 55ഉം ലാക്ടേറ്റിംഗ് 65ഉം ആണ്. ഇനി ഫാറ്റ് റിക്വയർമെൻറ്റ് അഡൾട്ട് 10 ആണ്, അഡോളസൻസിന് 15, ചിൽഡ്രൻ അപ് ടു 15 ഇയേഴ്സ് 50 ആണ്, ഇൻഫൻസ് 30. ഇനി കാൽഷ്യം ആൻഡ് വിറ്റമിൻ ഡി റിക്വയർമെൻറ്റ്സ് ആണ് ഇതിൽ എല്ലാം കൊടുത്തിരിക്കുന്നത്. ഏകദേശമൊക്കെ ഒന്ന് ജസ്റ്റ് എല്ലാം നമുക്ക് നോക്കാൻ പറ്റത്തില്ല. മെയിനായിട്ടുള്ള അയണിൻ്റെ നോക്കുക. ഇത് RDA 2020 അതിൽ മെയിനായിട്ടുള്ള നമ്മൾ നോക്കി. അയണിൻ്റെ അത് 21 ഇപ്പോഴത്തെ ആണ് ചോദിച്ചിരുന്നെങ്കിൽ 29 mg ആയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അതിന് നമുക്ക് മാൽന്യൂട്രീഷൻ എന്താണെന്ന് നോക്കാം. മാൽന്യൂട്രീഷൻ ഇസ് എ വീക്ക്നെസ് ഓർ ഡാമേജ് ഓഫ് ഹെൽത്ത് റിസൾട്ടിങ് ഫ്രം എ ഡെഫിഷ്യൻസി, എക്സസ് ഓർ ഇംബാലൻസ് ഓഫ് ന്യൂട്രിയൻ. സോ മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിൽ വരുന്ന ഒരു ഡാമേജ്, അത് എന്തുകൊണ്ടാണ്, ഏതെങ്കിലും വിറ്റമിൻസ് അല്ലെങ്കിൽ ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടോ അല്ലെങ്കിൽ അത് ഓവർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ അത് ഇംബാലൻസ് ആയതുകൊണ്ടോ, നമ്മുടെ ബോഡിയിലുള്ള ന്യൂട്രിയൻസ് ഇംബാലൻസ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ എക്സസ് ആയതോ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി കാരണവും നമുക്ക് വരുന്ന അസുഖം, അതിനെയാണ് നമ്മൾ ഒരു അവസ്ഥയാണ് നമ്മൾ മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഇതിന് 2-3 ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി, സെക്കൻഡറി, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, അതുപോലെ ഓവർ ന്യൂട്രീഷൻ, അണ്ടർ ന്യൂട്രീഷൻ എന്നും ക്ലാസിഫൈ ചെയ്യാം. നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു രീതിയിൽ ക്ലാസിഫിക്കേഷൻ നോക്കാം. പ്രൈമറി, സെക്കൻഡറി ആൻഡ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ. പ്രൈമറി മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത് മേ ബി ഡ്യൂ ടു സെവറൽ റീസൺ വിച്ച് ഇൻക്ലൂഡ് ലാക്ക് ഓഫ് ഫുഡ് ഓർ മീൻസ് ടു ഹാവ് ആക്സസ് ടു ഫുഡ്, ലാക്ക് ഓഫ് എലമെൻ്ററി നോളജ് ഓഫ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, റിഫ്യൂസൽ ടു ടേക്ക് ഫുഡ്, ഫാറ്റ് ഫുഡ്സ് ആൻഡ് ലാക്ക് ഓഫ് ടീത്ത് ഓർ ഇനബിലിറ്റി ടു ചൂ. സോ പ്രൈമറി മാൽന്യൂട്രീഷനിൽ വരുന്നത് നമുക്ക് ഫുഡ് കഴിക്കാനുള്ളൊരു അവസരമില്ലാതിരിക്കുക, അല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ട് നമുക്ക് ഫുഡ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ഫുഡ് വാങ്ങിക്കാൻ പറ്റുന്നില്ല. സോ അതിനെയൊക്കെ നമുക്ക് പ്രൈമറി മാൽന്യൂട്രീഷൻ എന്ന് പറയാം. അതുപോലെ അല്ലെങ്കിൽ നമുക്ക് ഫുഡിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള നോളജ് ഒന്നുമില്ല, ഏത് കഴിച്ചാൽ കാർബോഹൈഡ്രേറ്റ് കിട്ടും അല്ലെങ്കിൽ എനർജി കിട്ടും. സോ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ മാൽന്യൂട്രീഷൻ സംഭവിക്കുക. അതുപോലെ റിഫ്യൂസൽ ടു ടേക്ക് ഫുഡ്സ്, ചിലർക്ക് എന്താണ് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, വിരക്തി തോന്നും ഫുഡിനോട്. സോ അങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കുന്ന അത് ഒരു പ്രൈമറി മാൽന്യൂട്രീഷൻ. അതുപോലെ ഫാറ്റ് ഫുഡ്സ്, അതായത് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ലാത്ത ഫുഡുകൾ എന്ത് ചെയ്യുന്നു, കഴിക്കുന്നു. സോ അത് കാരണം എന്ത് സംഭവിക്കാം, നമുക്ക് പ്രോപ്പറായിട്ട് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒന്നും കിട്ടാതെ വരുന്നു. അതുപോലെ ലാക്ക് ഓഫ് ടീത്ത് ഓർ ഇനബിലിറ്റി ടു, അതുപോലെ നമുക്ക് ഫുഡ് കഴിക്കാൻ എന്ത് വേണം, ടീത്ത് വേണം. അപ്പോൾ പല്ലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് കഴിക്കാതിരിക്കുന്നതാണ് നമ്മൾ പ്രൈമറി മാൽന്യൂട്രീഷനിൽ വരും. Secondary malnutrition is due to some difficulty or alteration in the digestion, absorption or assimilation. A number of conditions responsible for this are disorders of gastrointestinal tract, protracted അല്ലെങ്കിൽ prolonged immobilization, fever, surgery and drug therapy. So secondary malnutrition വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഡൈജഷൻ പ്രോസസ്സ്, അല്ലെങ്കിൽ നമ്മൾ കഴിച്ചിട്ട് അതിന് ശേഷമുള്ള പ്രോസസ്സുകളിൽ വരുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് കാരണം ന്യൂട്രീഷൻ ഇല്ലാതായി പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ മാൽന്യൂട്രീഷൻ വരുന്നതാണ്. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്കിലുള്ള പ്രോബ്ലംസ്, അതുപോലെ കുറേ കാലം ഇങ്ങനെ ഇരിക്കാതിരിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുന്ന മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ പല അസുഖങ്ങൾ അല്ലെങ്കിൽ പല ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി സംഭവിക്കും. അതല്ലെങ്കിൽ അസുഖങ്ങൾ, ഫീവർ, പനി പോലുള്ളത്, അല്ലെങ്കിൽ സർജറി കാരണം എന്ത് സംഭവിക്കാം, മാൽന്യൂട്രീഷൻ, അല്ലെങ്കിൽ ഡ്രഗ് തെറാപ്പി. സോ ഇതിലൂടെയൊക്കെ വരുന്ന മാൽന്യൂട്രീഷനെ നമുക്ക് സെക്കൻഡറി മാൽന്യൂട്രീഷൻ എന്ന് പറയാം. നെക്സ്റ്റ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ആണ്. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഇസ് ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് മാൽന്യൂട്രീഷൻ എഫക്റ്റിംഗ് ദ millions of children in the underdeveloped countries. This condition is rather uncommon in adults. So protein energy malnutrition എന്ന് പറയുന്നത് മാൽന്യൂട്രീഷൻ അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് കൺട്രീസിൽ കണ്ടുവരുന്ന ഒരു ഇതാണ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇവിടെ പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടോ അല്ലെങ്കിൽ പ്രോട്ടീനും എനർജി, അതായത് പ്രോട്ടീൻ റിച്ച് ഫുഡും എനർജി, അതായത് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഫുഡുകളും ഇല്ലാതെ അത് കാരണം വരുന്ന മാൽന്യൂട്രീഷനാണ് നമ്മൾ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ലാക്ക് ഓഫ് സോഴ്സസ് ടു ബൈ ഫുഡ് ലീഡിങ് ടു ആൻ ഇൻഅഡിക്വേറ്റ് ഫുഡ് സപ്ലൈ. സോ ഇനി എന്തൊക്കെ കൊണ്ടായിരിക്കും ഇത് വരുന്നത്, എന്താ
ഈ പ്രോട്ടീൻ സപ്ലൈ ചെയ്യുന്ന ഫുഡ് ഏതാണ്, അല്ലെങ്കിൽ എനർജി ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഫുഡ് ഏതാണ്, സോ ഇതിനെക്കുറിച്ചുള്ള അറിവില്ലാതിരിക്കുക, അല്ലെങ്കിൽ അത് വാങ്ങിക്കാനുള്ള പൈസ ഇല്ലാതിരിക്കുക. സോ ഇത് കാരണം എന്ത് സംഭവിക്കാം? പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ സംഭവിക്കുക. എ ബൾക്കി ഡയറ്റ് കൺസിസ്റ്റിംഗ് വെരി ലോ കാലറീസ്. സോ ഭയങ്കര ബൾക്കി ആയിട്ടുള്ളൊരു ഡയറ്റ് കഴിക്കും, പക്ഷേ അവിടെ കാലറീസ് എന്താണ്? കുറവായിരിക്കും. ഫുള്ള് ഇലക്കറികൾ മാത്രം കഴിക്കുന്നു. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ ഡയറ്റിൽ എന്താണ്? കാലറീസിൻ്റെ അളവ് കുറവായിരിക്കും, പക്ഷേ വയർ ഫുള്ളായിരിക്കും, ബൾക്കി ആയിട്ടിരിക്കും, വയറ് നിറഞ്ഞ കണക്ക് തോന്നും, പക്ഷേ പ്രോട്ടീനും ഇല്ല, എനർജിയും ഇല്ല. ഡിമിനിഷ്ഡ് അപ്പറ്റൈറ്റ് ബിക്കോസ് ഓഫ് ഇൻഫെക്ഷൻ. അതുപോലെ ഇൻഫെക്ഷൻ കാരണം വിശപ്പില്ലാതെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം? പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ വരാം. ഇഗ്നറൻസ് ഓഫ് ഫാമിലി മെമ്പേഴ്സ് അബൌട്ട് ന്യൂട്രിറ്റീവ് വാല്യൂസ്. അതുപോലെ ഫാമിലിയിലുള്ളവർക്ക് അറിയത്തില്ല ന്യൂട്രിറ്റീവ് വാല്യൂസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. സോ അത് കാരണം എന്ത് സംഭവിക്കാം? പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ വരാം. സോ ഇനി പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള 2 അസുഖങ്ങളാണ് ക്വാഷിയോക്കറും മരാസ്മസും. ബിറ്റ്വീൻ ക്വാഷിയോക്കർ ആണെങ്കിൽ 1 to 3 years ഓൾഡ് ചിൽഡ്രനിലാണ് ക്വാഷിയോക്കർ കാണപ്പെടുന്നത്. ക്വാഷിയോക്കർ ഇസ് എ ഫോം ഓഫ് സിവിയർ പ്രോട്ടീൻ മാൽന്യൂട്രീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ എഡിമ ആൻഡ് ആൻ എൻലാർജ്ഡ് ലിവർ വിത്ത് ഫാറ്റി ഇൻഫിൽട്രേറ്റ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ സഫിഷ്യൻറ്റ് കലോറി ഇൻടേക്ക് ബട്ട് വിത്ത് ഇൻസഫിഷ്യൻറ്റ് പ്രോട്ടീൻ കൺസംഷൻ. സോ ക്വാഷിയോക്കർ എന്ന് പറയുന്നത് പ്രോട്ടീൻ മാൽന്യൂട്രീഷനാണ്. സോ ഇവിടെ എന്താണ്? കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ എനർജി ഗിവിങ് ഫുഡ് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാലറി ഇൻടേക്കും ഉണ്ട്, പക്ഷേ അവിടെ പ്രോട്ടീൻ എന്ത് ചെയ്യുന്നില്ല? പ്രോട്ടീൻ്റെ കൺസപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ കുറവാണ്. അങ്ങനെ വരുന്ന അസുഖമാണ് ക്വാഷിയോക്കർ എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? എന്താ ഫാറ്റി ലിവർ എൻലാർജ് ചെയ്യും, ലിവറിന് ഫിൽട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടും. അതുപോലെ എഡിമ, കാലിലൊക്കെ അല്ലെങ്കിൽ നീര് പോലെ ഇങ്ങനെ വയറിങ്ങനെ തള്ളി ഇങ്ങനെ ഇരിക്കും. അത് ഫാറ്റി ലിവർ കാരണമാണ്, അല്ലെങ്കിൽ ലിവർ എന്ത് ചെയ്യും? എൻലാർജ് ചെയ്ത് പോകും. സോ പ്രോട്ടീൻ കൺസപ്ഷൻ ഇല്ലാത്തവരിൽ വരുന്ന അസുഖമാണ് ക്വാഷിയോക്കർ. ഇനി ക്വാഷിയോക്കർ ഇസ് എ സീരിയസ് കണ്ടീഷൻ ദാറ്റ് ക്യാൻ ഹാപ്പൺ വെൻ എ പേഴ്സൺ ഡസ് നോട്ട് കൺസ്യൂം ഇനഫ് പ്രോട്ടീൻ. ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കഴിക്കാത്തവർക്ക് വരുന്ന ഒരു കണ്ടീഷനാണ് ക്വാഷിയോക്കർ. സിവിയർ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ക്യാൻ ലീഡ് ടു ഫ്ലൂയിഡ് റീറ്റെൻഷൻ വിച്ച് ക്യാൻ മേക്ക് ദ സ്റ്റൊമക്ക് ലുക്ക് ബ്ലോട്ട്. സോ ഒരുപാട് പ്രോട്ടീൻ ഡെഫിഷ്യൻസി വന്നു കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഫ്ലൂയിഡ് റീറ്റെൻഷൻ കുറയും. അതുകൊണ്ട് തന്നെ അവർ വയറ് എപ്പോഴും ബ്ലോട്ടഡ് ആയിട്ട്, വയറ് വീർത്തതായിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കും. Protein malnutrition or kwashiorkor is mostly found in people living in geographical areas that have limited food resources. It's most commonly seen in children whose diet are low in proteins and calories. So the ലിമിറ്റഡ് ആയിട്ട് ഫുഡ് സോഴ്സസ് ഉള്ള രാജ്യങ്ങളിലുള്ളവർക്കാണ് കൂടുതലായിട്ട് ഈ ഒരു മാൽന്യൂട്രീഷൻ കാണുന്നത്. ഇവിടെ പ്രോട്ടീൻ കണ്ടൻറ്റ് കുറവുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ കാലറീസ് ഉണ്ട് പക്ഷേ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉള്ള സ്ഥലങ്ങളിൽ വരുന്ന അസുഖങ്ങളാണ് ക്വാഷിയോക്കർ എന്ന് പറയുന്നത്. ഇതിൻ്റെ സിംറ്റംസ് ആണ്, പ്രീവിയസ് ഇയർ സിംറ്റംസ് ആണ് ചോദിച്ചിരുന്നത്. ഫാറ്റി ലിവർ ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ക്വാഷിയോക്കർ ആണ്. ചേഞ്ചിങ് ഇൻ സ്കിൻ പിഗ്മെൻറ്റ്, സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷൻ മാറ്റം വരും. സ്വെല്ലിങ്, എഡിമ എന്ന് പറയും, നീര് വരിക. അതുപോലെ ഡിക്രീസ്ഡ് മസിൽ മാസ് കുറയുന്നു. അതുപോലെ ഡയറിയ, ഫെയിലിയർ ടു ഗെയിൻ വെയിറ്റ് ആൻഡ് ഗ്രോ, വെയിറ്റ് കുറയുക, വളർച്ച മുരടിക്കല്ല, വളർച്ച കുറയും. ഫറ്റീഗ്, ഹെയർ ചേഞ്ച് ഇൻ കളർ ഓർ ടെക്സ്ചർ, ഹെയറിൻ്റെ കളർ മാറുന്നു. ഇൻക്രീസ്ഡ് ആൻഡ് മോർ സിവിയർ ഇൻഫെക്ഷൻ ഡ്യൂസ് ടു ഡാമേജ്ഡ് ഇമ്മ്യൂൺ സിസ്റ്റം, ഒരുപാട് അസുഖങ്ങൾ പെട്ടെന്ന് തന്നെ പിടിപെടുന്നു. ഇറിറ്റബിലിറ്റി ഉണ്ടാകുന്നു. ലാർജ് ബെല്ലി ദാറ്റ് സ്റ്റിക്സ് ഔട്ട്, ഇതാണ് ഏറ്റവും പ്രത്യേകിച്ച് കാണാൻ പറ്റുന്നതാണ് നമുക്കല്ലേ. ഇപ്പോൾ വലിയ പോട്ട് ബെല്ലി, വയറ് വലുതായിരിക്കും. ലജർദി ആൻഡ് അപ്പത്തി, ലോസ് ഓഫ് മസിൽ മാസ്, റാഷ്, ദേഹത്തൊക്കെ ഡെർമറ്റൈറ്റിസ് പോലുള്ള റാഷസ് വരിക. അതുപോലെ മൂൺ ഫേസ്. സോ ഇതൊക്കെയാണ് ക്വാഷിയോക്കറിൻ്റെ സിംറ്റംസ്. ഇനി അടുത്തൊരു പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ വരുന്നതാണ് മരാസ്മസ്. സോ ദ ടേം മരാസ്മസ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് മരാസ്മോസ് വിച്ച് മീൻസ് വിതറിങ് ഓർ വേസ്റ്റിംഗ്. സോ മരാസ്മസ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഇത് വന്നത്. മീനിങ് എന്ന് പറയുന്നത് വിതറിങ് അല്ലെങ്കിൽ വേസ്റ്റിംഗ് എന്നാണ് മീനിങ് വരുന്നത്. ഇതൊരു പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ആണ്. ക്യാരക്ടറൈസ്ഡ് ബൈ എനർജി ഡെഫിഷ്യൻസി ആൻഡ് ഇമാസിയേഷൻ, അബ്നോർമലി തിൻ ഓർ വീക്ക്. ഇത് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനിൽ ഇതിൽ എനർജി ഡെഫിഷ്യൻസി കൊണ്ട്, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ ഇൻടേക്ക് കുറവുകൊണ്ട് വരുന്നതാണ് മരാസ്മസ് എന്ന് പറയുന്നത്. പ്രൈമർലി കോസ്ഡ് ബൈ എനർജി ഡെഫിഷ്യൻസി, മരാസ്മസ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്റ്റണ്ടഡ് ഗ്രോത്ത് ആൻഡ് വേസ്റ്റിംഗ് ഓഫ് മസിൽ ആൻഡ് ടിഷ്യൂ. സോ ഇത്
മെയിനായിട്ടും എനർജി ഡെഫിഷ്യൻസി കൊണ്ടാണ് വരുന്നത്. മെയിനായിട്ട് എനർജി അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് കഴിക്കാത്തവരിൽ വരുന്നതാണ് മരാസ്മസ് എന്ന് പറയുന്നത്. ഇത് ഇവിടെ വരുന്നത് സ്റ്റണ്ടഡ് ഗ്രോത്താണ്. ഗ്രോത്ത് മുരടിച്ച് പോവുക, അതുപോലെ മസിൽസൊക്കെ ലൂസായി, മസിൽസൊക്കെ ലോസ്റ്റ് ചെയ്ത് വേസ്റ്റിംഗ് രീതിയിൽ, അല്ലെങ്കിൽ ടിഷ്യൂസൊക്കെ പോയി ഇങ്ങനെ ഒരു സ്കെൽട്ടനൊക്കെ നമുക്ക് കാണാൻ പറ്റും. മസിൽസ് ഒന്നുമില്ല, സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഒന്നും ബോഡിയിൽ സ്റ്റോർ ചെയ്യാതെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. മസിൽസ് ഒന്നുമില്ലാതെ നമ്മൾ ബോൺ മാത്രം ഇങ്ങനെ പ്രൊട്യൂഡ് ചെയ്ത് ഇരിക്കും. ആ ഒരു ഇതാണ് ഈ മരാസ്മസിൻ്റെ സിംറ്റം. മരാസ്മസ് യൂഷ്വലി ഡെവലപ്പ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 months ആൻഡ് 1 year. സോ 6 മാസം തൊട്ട് 1 വയസ്സ് വരെ ഉള്ള കുട്ടികളിലാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഹു ഹാവ് ബീൻ വീൻഡ് ഫ്രം ബ്രസ്റ്റ് മിൽക്ക് ഓർ ഹു സഫർ ഫ്രം വീക്കനിങ് കണ്ടീഷൻസ് ലൈക്ക് ക്രോണിക് ഡയറിയ. സോ ഇതിൻ്റെ സിംറ്റംസ് ആണ് സിവിയർ ഗ്രോത്ത് റിട്ടാർഡേഷൻ, വളർച്ച മുരടിക്കുക, ലോസ് ഓഫ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്, സോ ബോഡിയിലുള്ള ഫാറ്റ് സബ്ക്യൂട്ടേനിയസ് നമ്മുടെ സ്കിന്നിന് അടിയിലുള്ള ഫാറ്റ് നഷ്ടപ്പെടുക, സിവിയർ മസിൽ വേസ്റ്റ്, മസിൽസ് നഷ്ടപ്പെടുക, ചൈൽഡ് ലുക്സ് അപ്പാലിംഗ്ലി തിൻ ആൻഡ് ലിംസ് അപ്പിയർ എ സ്കിൻ ആൻഡ് ബോൺ. സോ അതാ അപ്പാലിംഗ്, അതായത് സ്കെൽറ്റായിട്ട് നമുക്ക് തോന്നും. ലിംസും എല്ലുകൾ ബോണും സ്കിന്നും പോലെ നമുക്ക് തോന്നും. ഷ്രിവിൽഡ് ബോഡി, വ്രിങ്കിൾഡ് സ്കിൻ, ദേഹമൊക്കെ ചുളുങ്ങി, ബോണി പ്രോമിനൻസ്, എല്ല് പോലെ ബോൺസ് പ്രോമിനേറ്റ് ചെയ്ത് നിൽക്കും. ഇനി അസോസിയേറ്റഡ് വിത്ത് വിറ്റമിൻ ഡെഫിഷ്യൻസി, ഇറിറ്റബിലിറ്റി ആൻഡ് അപ്പതി, ഫ്രീക്വൻറ്റ് വാട്ടറി ഡയറിയ ആൻഡ് ആസിഡ് സ്റ്റൂൾസ്. സോ ഡയറിയ പോലുള്ള അസുഖം, അതുപോലെ ആസിഡ് സ്റ്റൂൾസ് ആയിരിക്കും. മോസ്റ്റ്ലി ഹങ്കർ ബട്ട് സം ആർ അനോററ്റിക്. സോ ഹങ്കർ കാണും, പക്ഷേ അവർക്ക് കഴിക്കാൻ തോന്നില്ല. ഡീഹൈഡ്രേഷൻ, അബ്നോർമൽ ടെമ്പറേച്ചർ, മസിൽസ് ആർ വീക്ക്, എഡിമ, ഫെയിലിയർ ടു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. സോ ഇത്രയുമാണ് സിംറ്റംസ്. ഇനി കോസസ്: പുവർ ഫീഡിങ് ഹാബിറ്റ് ഡ്യൂ ടു ഇംപ്രോപ്പർ ട്രെയിനിങ്. സോ പുവർ ഫീഡിങ് പ്രോപ്പറായിട്ടുള്ള ഫീഡിങ് ഇല്ലാത്തത് കൊണ്ട്, ലാക്ക് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് ദ യൂസ് ഓഫ് ഡൈല്യൂട്ട് ആനിമൽ മിൽക്ക്. സോ അതുപോലെ ബ്രസ്റ്റ് ഫീഡ് നല്ല രീതിയിൽ ചെയ്യാതെ ആനിമൽ മിൽക്ക് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന കുട്ടികളിൽ ഈ ഒരു അസുഖം വരാം. ഫിസിക്കൽ ഡിഫക്റ്റ്, എക്സാമ്പിൾ ക്ലെഫ്റ്റ് ലിപ്പ് ആൻഡ് ക്ലെഫ്റ്റ് പാലറ്റ് ഓർ കാർഡിയാക് അബ്നോർമാലിറ്റീസ് വിച്ച് പ്രിവെൻറ്റ് ദ ഇൻഫൻറ്റ് ഫ്രം ടേക്കിംഗ് ആൻ അഡിക്വേറ്റ് ഡയറ്റ്. സോ ഫിസിക്കൽ ഡിഫക്റ്റ് കാരണം എന്ത് ചെയ്യാം, കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാതിരിക്കുക. ഡിസീസസ് വിച്ച് ഇൻ്റർഫിയർ വിത്ത് ദ അസിമിലേഷൻ ഓഫ് ഫുഡ്, അതുപോലെ ഫുഡുമായിട്ടുള്ള ഇൻ്റർഫിറൻസ് അല്ലെങ്കിൽ അസിമിലേഷൻ കാരണം ഉണ്ടാകുന്ന, അതായത് സിസ്റ്റിക് ഫൈബ്രോസിസ് പോലുള്ള അസുഖങ്ങൾ കാരണം എന്ത് ചെയ്യാം, ഫുഡിൻ്റെ അസിമിലേഷന് ഇൻ്റർഫിയർ ചെയ്ത് അത് കാരണം ഈ ഒരു മാൽന്യൂട്രീഷൻ അല്ലെങ്കിൽ മരാസ്മസ് എന്ന് പറഞ്ഞ അസുഖം വരാം. ഇൻഫെക്ഷൻ വിച്ച് പ്രൊഡ്യൂസ് അനോറെക്സിയ, ഇൻഫെക്ഷൻസ് കാരണം എന്ത് ചെയ്യാം, ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റുക. ലോസ് ഓഫ് ഫുഡ് ത്രൂ വോമിറ്റിംഗ് ആൻഡ് ഡയറിയ, അതുപോലെ കഴിക്കുന്ന ഫുഡ് വോമിറ്റിങ്ങിലൂടെ അല്ലെങ്കിൽ ഡയറിയ പോലെ പുറത്തു പോകുക. ഇമോഷണൽ പ്രോബ്ലംസ്, എക്സാമ്പിൾ ഡിസ്റ്റർബ്ഡ് മദർ ചൈൽഡ് റിലേഷൻ. സോ അതുപോലെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നല്ലതല്ലെങ്കിൽ കുട്ടികൾ ഫുഡ് കഴിക്കാതെ വരും. സോ അതുവഴി മരാസ്മസ് വരാം. കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് പ്രോപ്പർ ഗ്രോത്ത് ഉണ്ടാകില്ല, ജോയിൻറ്റ് ഡിഫോമിറ്റീസ് ഉണ്ടാവും, സിവിയർ വീക്ക്നെസ്, എപ്പോഴും ക്ഷീണമായിരിക്കും, പെർമനൻറ്റ് വിഷൻ ലോസ്, കാഴ്ച നഷ്ടപ്പെടാം, ഓർഗൻ ഫെയിൽ ആകാം, ചിലപ്പോൾ കോമയിൽ വരെ പോകാം. സോ ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ക്വാഷിയോക്കറും മരാസ്മസും. ക്വാഷിയോക്കർ ഡെവലപ്സ് ഇൻ ചിൽഡ്രൻ ഹൂസ് ഡയറ്റ് ആർ ഡെഫിഷ്യൻ്റ് ഓഫ് പ്രോട്ടീൻ. സോ ക്വാഷിയോക്കർ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ, കലോറി കിട്ടണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നുണ്ട്. മരാസ്മസ് ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻസ് ആൻഡ് കാലറീസ്. സോ രണ്ടും വരും. മെയിനായിട്ട് കാലറീസ് ആണെങ്കിലും അവിടെ പ്രോട്ടീനും കൂടെ ഉണ്ട്. പ്രോട്ടീൻ്റെയും കാലറീസിൻ്റെയും ഡെഫിഷ്യൻസി കാരണം എന്ത് സംഭവിക്കാം, മരാസ്മസ് ഉണ്ടാകാം. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ചിൽഡ്രൻ ബിറ്റ്വീൻ 6 months ആൻഡ് 3 years ഓഫ് ഏജ് ആണ്. ഇറ്റ് ഈസ് കോമൺ ഇൻ ഇൻഫൻറ്റ്സ് അണ്ടർ 1 year ഓഫ് ഏജ്. സോ 1 വയസ്സിനകത്തുള്ള കുട്ടികളിലായിരിക്കും മരാസ്മസ് കാണപ്പെടുന്നത്. ക്വാഷിയോക്കർ 3 വയസ്സ് വരെയുള്ള കുട്ടികളിലും കാണാൻ വരും. ക്വാഷിയോക്കറിൽ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് കാണും. ഫാറ്റ് കാണും, പ്രൊട്രൂട്ടഡ് ബെല്ലി ഉണ്ടെന്നേ ഉള്ളൂ, ഫാറ്റ് കാണും. സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഇസ് നോട്ട് പ്രിസർവ്ഡ്. സോ മരാസ്മസിലാകുമ്പോൾ ഫാറ്റ് പ്രിസർവ്ഡ് അല്ല. എഡിമ ഇസ് പ്രസൻറ്റ്, എഡിമ ഇസ് ആബ്സെൻറ്റ്. എൻലാർജ്ഡ് ഫാറ്റി ലിവർ ആയിരിക്കും ക്വാഷിയോക്കറിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്. നോ ഫാറ്റി ലിവർ, ഇവിടെ മരാസ്മസ് ഫാറ്റി ലിവർ ഇല്ല. ഇനി റിപ്സ് ആർ നോട്ട് വെരി പ്രോമിനൻറ്റ്. റിപ്സ് ഒന്നും കാണാൻ പറ്റില്ല തെളിഞ്ഞ്, പക്ഷേ മരാസ്മസിൽ അത് കാണാൻ പറ്റും. ലെതർജിക് ആയിരിക്കും. ഇവിടെ അലേർട്ട് ആൻഡ് ഇറിറ്റബിൾ ആയിരിക്കും. മസിൽ വേസ്റ്റിംഗ് മൈൽഡ് ഓർ ആബ്സെൻറ്റ്. സോ ഇവിടെ മസിൽ വേസ്റ്റിംഗ്, ക്വാഷിയോക്കറിൽ മസിൽ വേസ്റ്റിംഗ് ഇല്ല, അല്ലെങ്കിൽ ചെറുതായിട്ടേ കാണൂ. പക്ഷേ മരാസ്മസിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യും, മസിൽ വേസ്റ്റിംഗ് നടക്കും. ഇനി പുവർ അപ്പറ്റൈറ്റ് ആയിരിക്കും, വിറേഷ്യസ് ഫീഡർ ആയിരിക്കും മരാസ്മസുകാർ. ദ പേഴ്സൺ സഫറിങ് ഫ്രം ക്വാഷിയോക്കർ നീഡ്സ് അഡിക്വേറ്റ് എമൗണ്ട് ഓഫ്
പ്രോട്ടീൻ. സോ ക്വാഷിയോക്കർ ഡെഫിഷ്യൻസി ആണെങ്കിൽ അവർക്ക് പ്രോട്ടീൻ്റെ ആവശ്യമാണ്. ദ പേഴ്സൺ സഫറിങ് ഫ്രം മരാസ്മസ് നീഡ് അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ, ഫാറ്റ്സ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. സോ മരാസ്മസ് ആണെങ്കിൽ അവിടെ അവർക്ക് പ്രോട്ടീനും വേണം, ഫാറ്റ്സും വേണം, കാർബോഹൈഡ്രേറ്റ്സും വേണം. സോ ഇതിൻ്റെ എല്ലാ ഡെഫിഷ്യൻസി കാരണമാണ് മരാസ്മസ് ഉണ്ടാകുന്നത്. ഇനി ടൈപ്സ് ഓഫ് മാൽ ന്യൂട്രീഷൻ നമുക്ക് അല്ലാതെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അണ്ടർ ന്യൂട്രീഷൻ എന്നും ഓവർ ന്യൂട്രീഷൻ എന്നും. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി മാൽ ന്യൂട്രീഷൻ എന്നും പറയും. ഇൻ അണ്ടർ ന്യൂട്രീഷൻ ന്യൂട്രിയൻസ് ആർ അണ്ടർ സപ്ലൈഡ് ആൻഡ് ഇൻ ഓവർ ന്യൂട്രീഷൻ ന്യൂട്രിയൻസ് ആർ ഓവർ സപ്ലൈഡ്. ബോത്ത് കോസസ് ന്യൂട്രീഷണൽ. അണ്ടർ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ന്യൂട്രീഷൻ കുറവ്, അതായത് കുറവ് കാരണം വരുന്ന അസുഖങ്ങൾ. സോ ഓവർ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ന്യൂട്രീഷൻ്റെ ഒരുപാട് ആവശ്യത്തിലേറെ ന്യൂട്രിയൻസ് ഉള്ളത് കാരണം വരുന്ന ഡിസോർഡേഴ്സിനെയാണ് നമ്മൾ അണ്ടർ ന്യൂട്രീഷൻ എന്നും ഓവർ ന്യൂട്രീഷൻ എന്നും പറയുന്നത്. ഇനി ഇത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വരാം? ലോ ഇൻകം, ലോ പർച്ചേസിംഗ് പവർ, ഇഗ്നോറൻസ് ആൻഡ് എറജൻസ് ഫ്രം ഫുഡ് ഹാബിറ്റ്സ്, ഓവർ പോപ്പുലേഷൻ, സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് സപ്ലൈ. സോ ഇതൊക്കെ കാരണം മാൽ ന്യൂട്രീഷൻ വരാം. സെക്കൻഡറി കോസസ് ഒബസിറ്റി, ഇൻസുലിൻ റെസിസ്റ്റൻറ്റ് ആൻഡ് ഡയബറ്റിസ്, ഡയറിയ, ഇൻറ്റെസ്റ്റിനൽ മാൽ അബ്സോർപ്ഷൻ, ഇൻഫെക്ഷൻസ് എസ്പെഷ്യലി റെസ്പിറേറ്ററി, മെറ്റബോളിക് ആൻഡ് റീനൽ ഡിസീസ്, ഹെപ്പറ്റോബൈലറി ഡിസീസസ്. സോ ഇതെല്ലാം കാരണം സെക്കൻഡറി കോസസും വരാം. ഇനി അണ്ടർ ന്യൂട്രീഷൻ ഓഫ് വിറ്റമിൻസ് ആൻഡ് മിനറൽസ്. സോ ഇതൊക്കെ നമ്മൾ വിറ്റമിൻസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇത് ഓവറോൾ ജസ്റ്റ് ഒരു കൺക്ലൂഷൻ രീതി നോക്കുകയാണ്. കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ് റിക്കറ്റ്സ്, അയഡിൻ ഡെഫിഷ്യൻസി, ഗോയിറ്റർ, അയൺ ഡെഫിഷ്യൻസി, അനീമിയ, സിങ്ക്, ഗ്രോത്ത് റിട്ടാർഡേഷൻ, തയമിൻ, B1, ബെറിബെറി. നിയാസിൻ ആണെങ്കിൽ വിറ്റമിൻ B3, പെല്ലാഗ്ര. സോ ഇത് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിറ്റമിൻ സി, സ്കർവി, വിറ്റമിൻ ഡി, റിക്കറ്റ്സ്. സോ ഇനി RDA കാർബോഹൈഡ്രേറ്റ്സിൻ്റെ നമ്മളെല്ലാം ക്ലാസിഫിക്കേഷൻ ഫംഗ്ഷൻ എല്ലാം പറഞ്ഞു. അതിൽ ഈ ഒരു RDA മാത്രമേ ഉള്ളായിരുന്നു നമുക്ക് വിട്ടുപോയിട്ടുള്ളത്. സോ അതാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 1 to 3 years ആണെങ്കിൽ 130 gram per day ആണ് കാർബോഹൈഡ്രേറ്റ്. സോ അഡൾട്ട് ബോയ്സിനാണ് RDA ബോയ്സ് ആണെങ്കിൽ 130 തന്നെ കാർബോഹൈഡ്രേറ്റ്സ്. അഡൾട്ട് വരുമ്പോൾ 50 to 70, നഴ്സിംഗ് മദേഴ്സ് 40 to 60, ഇൻഫൻസ് 1 to 12 month ആണെങ്കിൽ 40 to 50, പ്രീ സ്കൂൾ ചിൽഡ്രൻസ് ആണെങ്കിൽ 40 to 60, ഓൾഡർ ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ് 50 to 70. സോ ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ നമുക്ക് ഇതിൽ വിറ്റമിൻസിൻ്റെയൊക്കെ വീഡിയോസിൽ നമ്മൾ എല്ലാം വൺ വേർഡ് ആയിട്ട് തന്നെ ആയിട്ട് എല്ലാം നമുക്ക് എടുത്ത് MCQ ആക്കണ്ട. നമുക്ക് ഓൾമോസ്റ്റ് ഇത് കാണുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ മനസ്സിലാകും. കുറച്ച് ഇതിൽ നോക്കാം. ദ മേജർ ന്യൂട്രിയൻ പ്രൊവൈഡഡ് ബൈ സിറിയൽസ് ഗ്രൂപ്പ്സ് ആർ. സിറിയൽ ഗ്രൂപ്പ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. സോ ഓപ്ഷൻ ബി. സെക്കൻഡ്, ബോഡി ബിൽഡിംഗ് ഫുഡ്സ് ആർ. ബോഡി ബിൽഡിംഗ് ഫുഡ്സ് എന്ന് പറയുന്നത് പൾസസ് ആണ്. ഡാഷ് മീൻസ് ഗെറ്റിംഗ് ദ റൈറ്റ് ടൈപ്പ് ആൻഡ് എമൗണ്ട് ഓഫ് ഫുഡ്സ് ആൻഡ് ഡ്രിങ്ക്സ് ടു സപ്ലൈ ന്യൂട്രീഷൻ ആൻഡ് എനർജി ഫോർ മെയിൻറ്റെയിനിങ് ബോഡി സെൽസ്, ടിഷ്യൂസ്, ഓർഗൻസ് ആൻഡ് ഫോർ സപ്പോർട്ടിംഗ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. സോ അത് ബാലൻസ്ഡ് ഡയറ്റാണ്. RDA എന്ന് പറയുന്നത് റെക്കമെൻഡഡ് ഡയറ്ററി എലമെൻറ്റ്സ് ആണ്. ഫിഫ്ത്ത് വൺ, എമംഗ് ദ ഫോളോയിങ് വിച്ച് ഇസ് നോട്ട് എ യൂസ് ഓഫ് RDA. സോ ഇതിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ അല്ലാത്തത്. ടു എസ്റ്റിമേറ്റ് പോപ്പുലേഷൻ ഗ്രോത്ത്, വളർച്ചാ നിരക്ക് കണക്കാക്കാനല്ല ഉപയോഗിക്കുന്നത് RDA. ഇനി സിക്സ് വൺ, ഡാഷ് ഇസ് ദ നമ്പർ ഓഫ് കാലറീസ് വുഡ് ബേൺ വിത്ത് നോ ആക്ടിവിറ്റി. സോ ആക്ടിവിറ്റി ഒന്നും ഇല്ലാതെ കാലറീസ് ബേൺ ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്നാണ്. സോ ഓപ്ഷൻ ബി. 7, അക്കോർഡിംഗ് ടു ന്യൂട്രീഷൻ ദ യൂണിറ്റ് ഓഫ് എനർജി. ന്യൂട്രീഷൻ പ്രകാരം യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറയുന്നത് കിലോ കാലറീസ് ആണ്. ജൂൾസും എനർജിയുടെ യൂണിറ്റ് തന്നെ, പക്ഷേ അത് ന്യൂട്രീഷൻ പ്രകാരമല്ല. സോ 8th വൺ, RDA ഓഫ് അയൺ ഫോർ അഡൾട്ട് വിമൻ. സോ അത് ഓൾഡ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു 8th വൺ. അപ്പോൾ 21 mg ആണ് അയൺ ഫോർ അഡൾട്ട് വിമൻ. അക്കോർഡിംഗ് ടു RDA 2020 ഓഫ് അയൺ ഫോർ അഡൾട്ട് വിമൻ, 2020 പ്രകാരം അത് 29 mg ആക്കിയിട്ടുണ്ട്. 10th വൺ, ഡാഷ് വീക്ക്നെസ് ഓർ ഡാമേജ് ഓഫ് ഹെൽത്ത് റിസൾട്ടിംഗ് ഫ്രം ഡെഫിഷ്യൻസി, എക്സസ് ഓർ ഇംബാലൻസ് ഓഫ് ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ ആൻഡ് ഇംബാലൻസ് കാരണം അല്ലെങ്കിൽ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡാമേജ് അല്ലെങ്കിൽ വീക്ക്നെസ്സിനെ പറയുന്നത് മാൽ ന്യൂട്രീഷൻ എന്നാണ്. സോ ഓപ്ഷൻ എ. പ്രൈമറി മാൽ ന്യൂട്രീഷൻ ഇൻക്ലൂഡ് ലാക്ക് ഓഫ് ഫുഡ് ടു ഈറ്റ്, റിഫ്യൂസ് ടു ടേക്ക് ഫുഡ്, ലാക്ക് ഓഫ് ടീത്ത്, ഡി ഓൾ. സോ ഓൾ ആണ് ആൻസർ. 12th വൺ, ഡാഷ് മാൽ ന്യൂട്രീഷൻ ഇസ് ഡ്യൂ ടു ഡിഫിക്കൽട്ടി ഓർ ഓൾട്രേഷൻ ഇൻ ഡൈജഷൻ, അബ്സോർപ്ഷൻ ഓർ അസിമിലേഷൻ. സോ അത് സെക്കൻഡറി മാൽ ന്യൂട്രീഷൻ ആണ്. സോ ഓപ്ഷൻ എ. 13, എമംഗ് ദ ഫോളോയിങ് വിച്ച് ഇസ് പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷൻ. ഇതിൽ ക്വാഷിയോക്കർ ആണ്. ഓപ്ഷൻ എ. 14, ഫാറ്റി ലിവർ ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ്. സോ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു, ക്വാഷിയോക്കർ ആണ്. 15, ഡാഷ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്റ്റണ്ടഡ് ഗ്രോത്ത് ആൻഡ് വേസ്റ്റിംഗ് ഓഫ് മസിൽ ടിഷ്യൂ. സോ അത് സ്റ്റണ്ടഡ് ഗ്രോത്തും മസിൽ വേസ്റ്റിംഗ് എന്ന് പറയുന്നത് മരാസ്മസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ ഓപ്ഷൻ ബി. സോ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.